291. റൈറ്റ്. 291. പെയിൻ കില്ലർ ഓർ പെയിൻ ഹീലർ. അതായത് വേദനയെ എന്താണ് സംഹരിക്കുന്നവനാണോ അതോ വേദനയെ സുഖപ്പെടുത്തുന്നതാണോ ആണ് ചോദ്യം. പെയിൻ കില്ലർ ഓർ വേദന സംഹാരിയാണോ അതോ വേദനയെ സുഖപ്പെടുത്തുകയാണ്. ഇത് രണ്ട് ഭാഗമായിട്ടാണ്. ഒന്ന് ലെറ്റർ 1959 എന്ന് പറഞ്ഞാൽ 1959 ആരോ അയച്ച കത്തിന് ബിൽ ഡബ്ല്യു അയച്ച മറുപടി ഇന്ന് അദ്ദേഹം തന്നെ അടർത്തിയെടുത്ത കുറച്ച് ഭാഗങ്ങൾ. 2 12 പേജ് 75 അടുത്താണ്. അപ്പൊ നമുക്ക് നോക്കാം. I believe that when we were active alcoholics, we drank mostly to kill pain of one kind or another, physical or emotional or psychic. Of course, everybody has a cracking point, and I suppose you reached yours. Hence, the resort once more to the bottle. If I were you, I wouldn't heap devastating blame on myself for this. On the other hand, the experience should redouble your conviction that alcohol has no permanent value as a painkiller. എന്നാണ് പറയുന്നത്. നോക്കാം എന്താണ്. ഇതാണ് അതിന്റെ ആദ്യത്തെ ഭാഗം കേട്ടോ, ആ കത്തിന്റെ ഭാഗം. ബാക്കിയുള്ള പിന്നെ 12 മലയാളത്തിൽ വായിക്കാം. I believe that when we were active alcoholics, we drank mostly to kill pain of one kind or another. അല്ലേ? അദ്ദേഹം ആ മറുപടി കത്തിൽ എഴുതാണ്, ഞാൻ വിശ്വസിക്കുന്നത് എന്താണെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ആ ആക്റ്റീവ് ആൽക്കഹോളിക്സ് എന്നാൽ മദ്യം ഉപയോഗിക്കുന്ന സമയത്ത്, ആ സമയത്ത് നമ്മളെല്ലാവരും നമ്മൾ കുടിച്ചത് വി ഡ്രാങ്ക് മോസ്റ്റ്ലി ടു കിൽ പെയിൻ ഓഫ് വൺ കൈൻഡ് ഓർ അനദർ. ഏതെങ്കിലും ഒരു വിധത്തിലുള്ള ആ ഒരു വേദന എന്താ പറയുക നശിപ്പിക്കാനായിട്ടാണ് നമ്മൾ വേദന ഇല്ലാതാക്കാനായിട്ടാണ് നമ്മൾ കുടിച്ചത്. അത് എങ്ങനത്തെ ആയിരിക്കാം? ഫിസിക്കൽ ഓർ ഇമോഷണൽ ഓർ സൈക്കിക്. അത് ശാരീരികമായിരിക്കാം, അല്ലെങ്കിൽ വൈകാരികമായിരിക്കാം, അല്ലെങ്കിൽ സൈക്കിക് ആയിരിക്കാം. സൈക്കിക് എന്ന് പറഞ്ഞാൽ മനസ്സിൽ നമുക്ക് ചിന്തകളിൽ കൂടെ വരുന്ന ആ ഒരു എന്താ പറയുക ഭയത്തിൽ നിന്നും മറ്റു പല കാര്യങ്ങളിൽ നിന്നും കൂടി വരുന്ന അങ്ങനത്തെ പെയിൻ ആയിരിക്കാം. ഓക്കെ. എന്നിട്ട് പിന്നെ അദ്ദേഹം പറയുന്നത് എന്താണെന്നുണ്ടെങ്കിൽ, ഇഫ് ഐ വെർ യു I wouldn't heap devastating blame on myself for this. അതായത് താങ്കളുടെ സ്ഥാനത്ത് ഞാനായിരുന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ എന്താ പറയാ നാശകരമായ രീതിയിലുള്ള കുറ്റപ്പെടുത്തലുകള് തന്നിൽ തന്നെ ഉള്ള നാശകരമായ തന്നെ കുറ്റപ്പെടുത്തുന്ന ആ ഒരു ഇതിന്റെ കൂമ്പാരങ്ങൾ ഞാൻ സൃഷ്ടിക്കില്ലായിരുന്നു താങ്കളുടെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ. ഓൺ ദ അതർ ഹാൻഡ്, മറിച്ച് the experience should redouble your conviction that alcohol has no permanent value as a painkiller. മറിച്ച് എന്താണ് ഞാനാണെങ്കിൽ വിചാരിക്കുക, ഞാനാണെന്നുണ്ടെങ്കിൽ ഈ അനുഭവത്തിൽ നിന്ന് എൻ്റെ പഴയ ബോധ്യം, അതായത് ആൽക്കഹോൾ ഹാസ് നോ പെർമനന്റ് വാല്യൂ ആസ് എ പെയിൻ കില്ലർ എന്നുള്ള പഴയ ബോധ്യത്തിനെ ഐ ഷുഡ് ഹാവ് റീഡബിൾ മൈ കൺവിക്ഷൻ, അതിനെ റീഡബിൾ ചെയ്യുന്നു. അതായത് ഒരു വിധത്തിലും സ്ഥിരമായ രീതിയിലുള്ള യാതൊരു വേദനയ്ക്കും ഒരു വേദന സംഹാരിയല്ല ആൽക്കഹോൾ എന്നുള്ള ആ ഒരു ബോധ്യം, ആ ബോധ്യത്തിനെ ഞാൻ ഇരട്ടിപ്പിക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. നോക്കാം ഇനി ഇതിന്റെ അടുത്ത ഭാഗം 12 പേജ് 75 എന്താ പറഞ്ഞു. ഓക്കെ, 7-ാം പടിയുടെ ഭാഗത്താണ്. ഇതില് 74 ആണ് കേട്ടോ. ക്രോസ് ചെക്ക് ചെയ്ത് 75 എന്നാണ് എഴുതിയിട്ടുള്ളത്. പക്ഷെ നമ്മളുടെ പുസ്തകത്തിൽ 74-ലാണ്.
മലയാള പുസ്തകത്തിൽ നോക്കാം അതെങ്ങനെയാണ്. എന്താണ് പറയുന്നത്? എല്ലാ ഉദാഹരണങ്ങളിലും, അതായത് 7-ാം പടിയുടെ ലേഖനത്തിന്റെ പേജ് 74-ാം പേജിലെ 2ാമത്തെ മിഡിലുള്ള പാരഗ്രാഫിന്റെ അതിന്റെ മിഡിൽ ഭാഗം, എല്ലാ ഉദാഹരണങ്ങളിലും പുതിയ ജീവിതത്തിലേക്കുള്ള പ്രവേശന ഫീസ് വേദനയായിരുന്നു. പക്ഷെ ഈ പ്രവേശനക്കൂലി നാം പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ പ്രതിഫലം നമുക്ക് നൽകി. അത് കുറച്ച് എളിമ കൊണ്ടുവന്നു. അത് വേദന സംഹാരിയാണെന്ന് അധികം വൈകാതെ നമ്മൾ കണ്ടെത്തി. വേദനയോടുള്ള ഭയം കുറയാൻ തുടങ്ങി. മുമ്പത്തെക്കാളേറെ നമ്മൾ എളിമയെ ആഗ്രഹിച്ചു. അത് തന്നെയല്ലേ? നോക്കട്ടെ, ഞാൻ വായിക്കും. പേജ് മാറുമ്പോൾ ചെറിയ സംശയം നോക്കാം. In every AA story, pain has been the price of admission to a new life. അതെ, but this admission price purchased more than we expected. It led us to a measure of humility, which we soon discovered to be a healer of pain. We began to fear pain less and desire humility more than ever. അപ്പോ ഇതിവിടെ വേദന സംഹാരി എന്നാണ് ഇവിടെ 12 മലയാളത്തിലേക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് പെയിൻ ഹീലർ എന്നുള്ളതിന് എന്താ അത് ഞാൻ എന്താ പറഞ്ഞ മലയാളം ഭാഗം ആർക്കും ഓർമ്മയുണ്ടോ? ഹെഡിങ് പറഞ്ഞപ്പോ പെയിൻ ഹീലർ, പെയിനെ ശമിപ്പിക്കുന്ന, വേദനകളെ ശമിപ്പിക്കുന്ന. വേദനയെ സുഖപ്പെടുത്തുന്നത്. അതെ സാർ, അതന്നെ സുഖപ്പെടുത്തുന്നത്. അപ്പൊ ഹീലർ എന്ന് പറഞ്ഞാൽ പെയിനെ സുഖപ്പെടുത്തുന്നത്. അപ്പൊ ഇവിടുത്തെ ഈ പെയിൻ ഞാനൊന്ന് നോട്ട് ചെയ്യട്ടെ. വേദന സംഹാരി എന്നുള്ളത് അപ്പൊ ഒന്നുകൂടി വായിക്കാം. അപ്പൊ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ആദ്യം നമ്മള് വേദന സംഹാരിയാണെന്ന് വിചാരിച്ചിട്ടാണ് കുടിക്കുന്ന കാലത്ത് കുടിച്ചതെന്ന് പറഞ്ഞിട്ട് ഇനി പിന്നീട് പറയുന്നത് ഇതാണ്: എല്ലാ ഉദാഹരണങ്ങളും, അതായത് എല്ലാ കഥകളിലും, എക്സ്പീരിയൻസസിലും പുതിയ ജീവിതത്തിലേക്കുള്ള പ്രവേശന ഫീസ് വേദനയായിരുന്നു, അല്ലെ? പെയിൻ ട്രാൻസ്മ്യൂട്ടഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ പെയിൻ ട്രാൻസ്മ്യൂട്ടഡ് എന്നുള്ള അതാണ് നമുക്ക് എടുക്കേണ്ടത് ശരിക്കും. അപ്പൊ ഇത് അങ്ങനെ ആയിരുന്നു. ഓക്കെ. പക്ഷെ ഈ പ്രവേശനക്കൂലി നാം പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ പ്രതിഫലം നമുക്ക് നൽകി. യെസ്, ആ വേദന കാരണം വന്നത് കൊണ്ട് നമുക്ക് പ്രതിഫലം നമുക്ക് കൂടുതൽ നൽകി. അത് കുറച്ച് എളിമ കൊണ്ടുവന്നു. അതാണ് ഏറ്റവും വലിയ പ്രതിഫലം. വിനയം എന്നുള്ള ആ ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ എനിക്ക് അറിയാത്തൊരു കാര്യമായിരുന്നു. ഞാൻ വിനയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞ തലചൊറിഞ്ഞ് നിൽക്കലാണ് ഞാൻ ഉദ്ദേശിച്ചത്, കാര്യം കാണാൻ വേണ്ടി. പക്ഷെ അത് പിന്നീട് അഭിനയാണെന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ ആദ്യകാല സ്പോൺസറാണ് എനിക്ക് പറഞ്ഞു മനസ്സിലാക്കിയത്. അതല്ല വിനയം, അശോകൻ, അതല്ല വിനയം എന്നുള്ള മനസ്സിലാക്കി. ഓക്കെ. പിന്നെ അത് കുറച്ച് എളിമ കൊണ്ടുവന്നു. അത് വേദന സംഹാരിയാണ്, സംഹാരി എന്നല്ല, അത് വേദന സുഖപ്പെടുത്തുന്നതാണെന്ന് അധികം വൈകാതെ നമ്മൾ കണ്ടു. അപ്പൊ വേദനയെ സുഖപ്പെടുത്തുന്നതായിരുന്നു എന്ത്? എളിമ. അപ്പൊ വിനയമാണ് ഇവിടെ നമ്മളുടെ ഒരു പെയിൻ ഹീലറായിട്ട് വർക്ക് ചെയ്യുന്നത്. ഓക്കെ. മുമ്പത്തെക്കാളേറെ വൈകാതെ നമ്മൾ കണ്ടെത്തി. ഓക്കെ. വേദനയോടുള്ള ഭയം കുറയാൻ, അതാണ് വേദന വരുമോ എന്നുള്ള ആ ഭയത്തിനാണ് കുറവ് വന്നത്. മുമ്പത്തെക്കാളേറെ നമ്മൾ എളിമയെ ആഗ്രഹിച്ചു. അപ്പൊ അതോടുകൂടി എന്താണ് നമുക്ക് കൂടുതൽ നമുക്ക് ആ വിനയം എന്നുള്ള ആ ഒരു എന്താ ആ പ്രത്യേക ഒരു ഗുണമുണ്ടല്ലോ, ഒരു വെർച്യു എന്നൊക്കെ പറയാം, അതിനെ നമ്മൾ ആഗ്രഹിക്കാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. ഇനി നോക്കാം ഇത് എന്തൊക്കെയാണ് സൂചിപ്പിക്കുന്നതെന്ന്. വേസ് ടുവേർഡ് ഹ്യൂമിലിറ്റി, വിനയത്തിലേക്കുള്ള വഴി, എളിമയിലേക്കുള്ള മാർഗങ്ങൾ, അതാണ് ഒന്ന് സൂചിപ്പിക്കുന്ന. പിന്നെ സ്ലിപ്സ്, നമുക്ക് സംഭവിക്കുന്ന വഴുതലുകൾ. ഓക്കെ. ട്രബിൾ, തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും, ഇതൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോ ഇത് എല്ലാ വിധത്തിലും
ഈ എളിമ എന്നുള്ള ഒരു ക്വാളിറ്റി വന്നു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ജീവിതത്തിലേക്ക് വളരെ കുറേശ്ശെ എളിമ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയപ്പോൾ ഞാനത് എളിമയാണെന്ന് അറിഞ്ഞുപോലുമില്ല. മറ്റേത് എനിക്ക് ഏറ്റവും അധികം വളരെ ധാർഷ്ട്യവും അഹങ്കാരത്തോടു കൂടി മാത്രം പ്രവർത്തിച്ചിരുന്ന ഒരാളിൽ ഞാനിപ്പോഴും ചിലപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കും, അല്ലെന്ന് എനിക്കറിയില്ല, മുഴുവനൊന്നും മാറി നില. പക്ഷെ ഒരളവ് വരെ അതിനൊക്കെ കുറവ് വന്നു. ആ കുറവ് വന്ന് എനിക്ക് വലിയ സുഖമായിട്ട് തോന്നുന്നത്. അപ്പോഴാണ് എനിക്ക് ആരോടെങ്കിലും ചിരിക്കാനോ അല്ലെങ്കിൽ ഈ ഫേഷ്യൽ മസിൽസിന്റെ ഒക്കെ എന്താ പറയാ കടുംപിടുത്തം മാറിയത്, ഒന്ന് ലൂസായി. പ്രത്യേകിച്ച് മുഖത്തുള്ള പേശികളില്ലേ, പേശികളൊക്കെ വളരെ ബലം പിടിച്ച് നിൽക്കുകയായിരുന്നു. അതിനൊക്കെ മാറ്റം വന്നു. അതൊക്കെ കുറച്ച് ചിരിക്കാൻ മാത്രമല്ല, വേറെയും പല കാര്യങ്ങളും. ഇപ്പോൾ ചില ആൾക്കാരോട് നന്ദി പ്രകാശിപ്പിക്കാൻ, ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ താങ്ക് യു പറയാൻ, സോറി പറയാൻ, ഇതിനൊക്കെ ഉള്ള ചില എന്താ പറയാ മനസ്ഥിതി അല്ലെങ്കിൽ മനസാന്നിധ്യമൊക്കെ വന്നതും അതൊക്കെ പ്രവർത്തിക്കാൻ പറ്റിയതൊക്കെ ആ ഒരു പ്രോഗ്രാമിൽ കൂടെ ജീവിക്കുന്നതുകൊണ്ട് മാത്രമാണ്. യാതൊരു സംശയമില്ല. ആർക്കെങ്കിലും എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടോ എങ്കിൽ പ്ലീസ്. ഇല്ല, സേട്ടാ, അതാ പെയിൻ ഹില്ലർ എന്നുള്ള പെയിൻ ഹീലർ അവിടെ ട്രാൻസ്ലേഷൻ തെറ്റിയതായിരിക്കും മലയാളത്തിൽ, അല്ലേ? അതാണ്. അതെ അതെ അതെ, ഇംഗ്ലീഷിലുള്ളതിലേ ഇംഗ്ലീഷ് കറക്റ്റാ. ആ പെയിൻ ഹീലർ ആണോ? അല്ല, ഇംഗ്ലീഷ് കറക്റ്റാണ്. അതെ സർ, വിച്ച് വി സൂൺ ഡിസ്കവേർഡ് ടു ബി എ ഹീലർ ഓഫ് പെയിൻ. ഇനി ഞാനൊരു കാര്യം ചെയ്തു, ഞാൻ 12 ഇംഗ്ലീഷ് നോക്കട്ടെ. ഇത് ചിലപ്പോൾ ഇത് എഡിറ്റഡ് ആവുകൊണ്ടേ നമുക്ക് പറയാൻ പറ്റില്ല. 12 ഇംഗ്ലീഷ് പേജ് 75 എന്നല്ലേ. We heard story after story of how humanity had brought strength out of weakness. In every case, pain had been the price of admission into a new life. But this admission price had purchased more than we expected. It brought a measure of humility, which we soon discovered to be a healer of pain. ഇതിലും healer of pain. We began to fear pain less and desire humility more than ever. അത് തന്നെ മാറ്റൊന്നും താഴത്തേക്ക് വീണു. ഓക്കെ, ഫൈൻ. അപ്പൊ നോക്കാം, ഇനി അടുത്ത പേജ് നോക്കാം. 292. Toward partnership. പേജ് 118, 119 കാണുന്നത്. മലയാളം നോക്കട്ടെ എങ്ങനെയാണ്. സാധാരണ വലിയ മാറ്റങ്ങൾ ഉണ്ടാവാറില്ല 12 ബുക്കിലാണെന്നുണ്ടാവും. ശരി, ഇവിടൊക്കെ ഞാൻ പണ്ട് മാർക്ക് ചെയ്ത് വെച്ചില്ല, അതുകൊണ്ട് വേഗം എളുപ്പം കിട്ടും. ആ പേജ് അങ്ങോട്ട് എടുത്താൽ മതി. ഓ യെസ്, സെയിമാണ്. നമുക്കിത് മലയാളത്തിലുണ്ട്, അതുകൊണ്ട് എഡിറ്റഡ് ആണെങ്കിൽ കൂടി ഞാനിത് മുഴുവൻ വായിക്കാം. ഇതില് മലയാളത്തിലുള്ളത് മുഴുവൻ വായിച്ചാൽ നമുക്ക് കൂടുതൽ കിട്ടും. 118, 119. അപ്പൊ 118 ടോപ്പിൽ നിന്നുള്ള ഫസ്റ്റ് പാരഗ്രാഫ് മുതലാണ്. 119 ടോപ്പിലോട് കൂടി അവസാനിക്കുന്നു. 2 പാരഗ്രാഫേ ഉള്ളൂ ആക്ച്വലി.
വലിയ വലിയ പാരഗ്രാഫുകൾ. ഇതിൽ എഡിറ്റഡ് ആവുകൊണ്ട് ചില വരികൾ ഇതിൽ ഉണ്ടാവില്ല, അതിലേക്ക് പോകുന്നില്ല, മുഴുവൻ വായിക്കാൻ നമുക്ക് ചില മലയാളമല്ലേ. 12-ാം പടിയിലെ ലേഖനത്തിലാണ്. അപ്പൊ 12-ാം പടിയിലെ ലേഖനത്തിലെ പൊതുവെ എല്ലാ എന്താ പറയുക പടികളെ കുറിച്ചും കൂടി ഒരു ഓട്ടപ്രദർശനം നടത്തുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞിട്ട് 118-ാമത്തെ പേജ് എന്നൊക്കെ പറയുമ്പോൾ 12-ാം പടിയിൽ അത് നല്ല പുരോഗമിച്ച് 11-ാം പടിയിൽ ആ ഭാഗത്തുള്ള കുറെ കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. നോക്കാം എന്താണെന്ന് നോക്കാം. ഇനി വ്യതിയാനം വളരെ വലുതാണെങ്കിൽ എന്തായാലും ദീർഘകാലത്തെ ക്ഷമാപൂർവമായ പരിശ്രമം വേണ്ടിവരും. ഭർത്താവ് എയിൽ ചേർന്ന ശേഷം ഭാര്യ അസംതൃപ്തയായി മാറിയേക്കാം. ഒരു പക്ഷേ തന്റെ ത്യാഗത്തിന്റെ ഇത്രയും വർഷങ്ങൾ കൊണ്ട് തനിക്ക് ചെയ്യാൻ പറ്റാതിരുന്ന അതേ കാര്യം ആൽക്കഹോളിക്സ് അനോണിമസ് ചെയ്തിരിക്കുന്നുവെന്ന് നീരസം പോലും അവർക്ക് തോന്നിയേക്കാം. അവരുടെ ഭർത്താവ് എയിലോ അയാളുടെ പുതിയ സുഹൃത്തുക്കളിലോ പാടമൊഴുകിപ്പോയേക്കാം. അതിന്റെ ഫലമായി ഇപ്പോൾ അയാൾ മദ്യപിച്ചിരുന്ന കാലത്തേക്കാൾ കൂടുതലായി വീട്ടിൽ നിന്ന് അകലെയാകുന്നു. അവളുടെ സങ്കടം കാണുമ്പോൾ എയുടെ 12 പടികളും അയാൾ ശുപാർശ ചെയ്യുകയും എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് അവളെ പഠിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ജീവിത രീതിയുടെ കാര്യത്തിൽ ദീർഘവർഷങ്ങളായി അയാളെക്കാൾ മികച്ച നിലവാരം തനിക്കുണ്ടായിരുന്നുവെന്ന് അവൾ സ്വാഭാവികമായി ചിന്തിക്കുന്നു. രണ്ടുപേരും പരസ്പരം പഴിചാരുകയും തങ്ങളുടെ വിവാഹ ജീവിതം എന്തെങ്കിലും സന്തോഷമുള്ളതായി തീരുമോ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. അത് ഒരിക്കലും നല്ലതായിരുന്നില്ല എന്ന് പോലും അവർ സംശയിച്ചു തുടങ്ങിയേക്കാം. വേർപിരിയൽ ഒരു അത്യാവശ്യമാകുന്ന തരത്തിൽ നേരെയാക്കാൻ കഴിയാത്ത വിധം സഹവർത്തിത്വത്തിന് തീർച്ചയായും കേടുപാടുകൾ പറ്റിയേക്കാം. പക്ഷെ അത്തരം സാഹചര്യങ്ങൾ അസാധാരണമായവയാണ്. തന്റെ ഭാര്യ എന്തൊക്കെ സഹിച്ചു എന്ന് തിരിച്ചറിയുന്ന അവളുടെയും തന്റെ കുട്ടികളുടെയും ദുരവസ്ഥയ്ക്ക് താൻ എത്രത്തോളം ഇടയാക്കി എന്ന് ഇപ്പോൾ പൂർണ്ണമായും മനസ്സിലാക്കുന്ന മദ്യപാനി തനിക്ക് കഴിയുന്നത് നേരെയാക്കാനും കഴിയാത്തത് സ്വീകരിക്കാനുമുള്ള സന്നദ്ധതയോടെ വിവാഹത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ മിക്കവാറും എല്ലായ്പ്പോഴും ഏറ്റെടുക്കുന്നു. മിക്കപ്പോഴും മികച്ച ഫലത്തോടെ എയുടെ 12 പടികളും അയാൾ വീട്ടിൽ തുടർച്ചയായി പരീക്ഷിക്കുന്നു. ഈ ഘട്ടത്തിൽ ഒരു മോശപ്പെട്ട കുട്ടിയെ പോലെ എന്നതിന് പകരം അയാൾ ദൃഢമായി എന്നാൽ സ്നേഹത്തോടെ ഒരു പങ്കാളിയെ പോലെ പെരുമാറി തുടങ്ങുന്നു. പിന്നെ എല്ലാറ്റിലും ഉപരി വീണ്ടും വിചാരമില്ലാത്ത പ്രേമ നാടകങ്ങൾ തന്റെ ജീവിത ശൈലിയല്ല എന്ന് അയാൾക്ക് ഒടുവിൽ ബോധ്യപ്പെടും. ഇതിലിപ്പോ എന്താ ഒന്നും ഇപ്പൊ കൂടുതൽ പറയേണ്ട കാര്യമില്ല. അതായത് അല്ലനോണില് നമ്മളുടെ ഫാമിലി വരുമ്പോ ഇതിന്റെ ഫുട് നോട്ടായിട്ടും അല്ലനോണിനെ കുറിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അല്ലനോൺ കുടുംബ കൂട്ടായ്മ ഈ പടികൾ ഉപയോഗിക്കുന്നു. എയുടെ ഭാഗമല്ലാത്ത ലോകോപയോഗവും ഈ സംഘത്തിൽ ഭാര്യ ഭർത്താക്കന്മാരും മറ്റു ബന്ധുക്കളും പിന്നെ മദ്യപാനികളുടെ സുഹൃത്തുക്കളും എയിലുള്ളതോ അല്ലെങ്കിൽ ഇപ്പോഴും മദ്യപിക്കുന്നതോ ഉൾപ്പെട്ടിരിക്കുന്നു. ബോക്സ് 862 മൗണ്ട്സ് മിഡ്ടൗൺ സ്റ്റേഷൻ, ന്യൂയോർക്ക്, NY ഒരു നമ്പർ ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത് എന്നാണ് ഇതിന്റെ നമസ്കാര കേന്ദ്രത്തിന്റെ മേൽവിലാസം. ഇത് അല്ലനുണ്ട്. അതുകൊണ്ട് മേൽവിലാസമൊക്കെ ഒട്ടിക്കിട്ട് മാറി. ഇന്ത്യയിലും അല്ലനുണ്ട്. ഇവിടെ എന്താണ് ഇത് ഒരു ഇതെന്താണ് സംഭവം, എവിടുന്നാ തുടങ്ങണമെന്നുണ്ട്. ഇതിന്റെ മുമ്പത്തെ പാരഗ്രാഫിൽ പറഞ്ഞത് ഈ അലനോൺ ഒരു പ്രൊട്ടക്ടറായിട്ട് പെരുമാറും. കുടിക്കുന്ന കാലത്ത് കുടുംബത്തില് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവരായിരിക്കും കുടുംബം നോക്കി നടക്കുന്നത്. അപ്പൊ ചിലപ്പോൾ അവരൊരു അമ്മയെ പോലെ അല്ലെങ്കിൽ സംരക്ഷിക്കുന്ന ഒരാളെ പോലെ ഉള്ളൊരു രീതിയിൽ ആയിരിക്കും പെരുമാറുക. ഇത് ഭാര്യ മാത്രമല്ലല്ലോ, നേരെ മറിച്ച് ആവാം. വിമൺ ആൽക്കഹോളിക്കിന് എന്താ പറയാ ഭർത്താവാകും. ഇനി കല്യാണം കഴിയാത്ത ആൾക്കാരുണ്ടാവില്ല, അവർക്ക് വേറെ വല്ലവരാവാം, സുഹൃത്തുക്കളാവാം, ആര് വേണമെങ്കിലും. അവരൊക്കെ എൻ്റെ ഒരു അനുഭവത്തിൽ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ ഒരു 4-5 ദിവസം എൻ്റെ ഫ്രണ്ടിന്റെ കൂടെ നിന്ന് കഴിഞ്ഞപ്പോ അവന്റെ 12 സ്റ്റെപ്പിങ്ങിന് വേണ്ടിയിട്ടാണ് ഞാൻ പോയത്, വേറൊരു നഗരത്തില്. അന്ന് എനിക്ക് ഫസ്റ്റ് ടൈം ഞാൻ പോകുമ്പോൾ എനിക്കൊരു 3 വർഷം സോബറിറ്റി ആയിട്ടുള്ളൂ. അപ്പൊ ആ സമയത്ത് ഞാൻ പോയി കഴിഞ്ഞപ്പോൾ
എനിക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു പ്രൊട്ടക്ടറെ പോലെ നിന്നിരുന്ന, അങ്ങനെ ആകുമ്പോൾ വലിയ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അത് കഴിഞ്ഞ് അവന്റെ റിക്കവറി വന്നപ്പോൾ ഞാൻ ആ ഇത് പെരുമാറിയില്ല, ഇല്ല എന്നല്ല പറഞ്ഞു. അപ്പൊ അത് കഴിഞ്ഞിട്ടുള്ള കാര്യം പറഞ്ഞു. അത് കഴിയുമ്പോൾ ഈ പ്രൊട്ടക്ടറെ പോലെ പെരുമാറുന്ന ആ, നമ്മളുടെ പാർട്ട്ണർ, അതാണ് പങ്കാളിത്തം എന്നുള്ളതാണ് എനിക്കാണിത് കൊണ്ടുവരുന്നത്. അപ്പൊ അതിനെ കുറിച്ച് പറഞ്ഞു. ഇനി വ്യതിയാനം വളരെ വലുതാണെങ്കിൽ എന്തായാലും ദീർഘകാലത്തെ ക്ഷമാപൂർവമായ പരിശ്രമം വേണ്ടി വന്നേക്കും. ഭർത്താവ് എയിൽ ചെന്ന് ചേർന്ന ശേഷം ഭാര്യ അസംതൃപ്തയായി മാറിയേക്കാം. അങ്ങനെ ഉണ്ടാവാം. ഭർത്താവാണ് വരണമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഭാര്യയാണ് വരണമെന്നുണ്ടെങ്കിൽ അങ്ങനെ, എയിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ. ഇല്ല ചിലവരുടെ കേസിൽ അച്ഛൻ വരുന്നുണ്ട് അലനോണായിട്ട്. അവർ അലനോണിന് അസംതൃപ്തി വന്നേക്കാം. എന്തുകൊണ്ട് അച്ഛൻ, അതെന്താ കാര്യം എന്ന് പറയണ്ടേ. ഇയാൾ ഏര് വന്നിട്ട് ഇയാൾ റിക്കവറിയിലേക്ക് വന്നു, കുടിക്കണമൊന്നുമില്ല. ഒരുപക്ഷെ തന്റെ ത്യാഗത്തിന്റെ ഇത്രയും വർഷം കൊണ്ട് തനിക്ക് ചെയ്യാൻ പറ്റാതിരുന്ന അതേ കാര്യം ആൽക്കഹോളിക്സ് അനോണിമസ് ചെയ്തിരിക്കുന്നു, നീരസം പോലും അവർക്ക് തോന്നിയിട്ടാണ്. ഇത് ഇങ്ങനെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പല മെമ്പേഴ്സിന്റെയും കേസിൽ. ഭാര്യമാര് പിന്നീട് കംപ്ലൈന്റ് പറയും, ഇയാളിപ്പോ എപ്പോഴും ഏലാണ്, ആ കാലത്ത് ഞാനൊക്കെ അല്ലേ വീട് നോക്കി ഇറങ്ങിയത്, ഇപ്പൊ ഇയാൾ വീടും ശ്രദ്ധിക്കുന്നില്ല, ഒന്നും ശ്രദ്ധിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കംപ്ലൈന്റുകളും കേട്ടിട്ടുണ്ട്. അവരുടെ ചിന്താശേഷി ഇല്ല എന്ന് ഞാൻ പറയുള്ളൂ, എന്ന് പറയുന്നില്ല, കുറ്റപ്പെടുത്തല്ല. അവരുടെ ഭർത്താവ് എയിലോ അയാളുടെ പുതിയ സുഹൃത്തുക്കളിലോ പാടെ മുഴുകിപ്പോയേക്കാം. അതിന്റെ ഫലമായി ഇപ്പോൾ അയാൾ മദ്യപിച്ചിരുന്ന കാലത്തേക്കാൾ കൂടുതലായി വീട്ടിൽ നിന്ന് അകലെയാകുന്നു. ഇതൊരു പ്രത്യേക ഒരു അവസ്ഥയാണത്. അങ്ങനെ വരുമ്പോ അവളുടെ സങ്കടം കാണുമ്പോൾ 12 പടികളും അയാൾ ശുപാർശ ചെയ്യുകയും എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് അവളെ പഠിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. അപ്പൊ ഇങ്ങനൊരു സങ്കടം കാണുന്ന സമയത്ത് ആ അംഗം എന്താണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, ആ സ്പൗസിനോട്, ഇവിടെ സ്പൗസ് തന്നെ ഞാൻ പറയുന്നുള്ളൂ, ഇതില് അവളോടൊത്ത് പറയുന്നില്ല, ഭാര്യ എന്ന് പറയുന്നില്ല. പക്ഷെ ഇത് എഴുതിയ കാലത്തെ കഥയല്ലല്ലോ പിന്നീടുള്ളത്. അപ്പൊ പാർട്ട്ണറോട് പറഞ്ഞേ പറ്റൂ ഈ 12 പടികൾ പ്രാക്ടീസ് ചെയ്യാൻ. അതിനായിട്ട് അല്ലനോന്ന് പറഞ്ഞിട്ട് കൂട്ടായ്മ ഉണ്ട്, അതിൽ കൂടെ പോകാനായിട്ട്. ഇത് ഞാൻ എൻ്റെ അനുഭവത്തിലുള്ള ഒരു 3-4 കേസുകളിൽ ചെയ്തത് ഞാൻ പറയാം. ഇതുപോലത്തെ കേസുകൾ വന്നപ്പോൾ പലരും നാച്ചുറലി നമ്മളെ ഗ്രൂപ്പിൽ പിന്നീട് വന്ന ആൾക്കാരാവുകൊണ്ട്, നമ്മൾ അവരെക്കാളും കുറച്ച് മുമ്പ് വന്നവരാവുകൊണ്ട് നമ്മളോട് ചോദിക്കുമല്ലോ. അങ്ങനെ ചോദിക്കുന്ന സമയത്ത് ഞാൻ നിർദ്ദേശിച്ചിട്ടുള്ള 1-2 കാര്യങ്ങൾ, ഒന്ന് ഇതാണ്: ഭാര്യയോട് ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഭാര്യമാരോട് എന്നുള്ള, ഓഫ്കോഴ്സ് എന്നോട് ചോദിച്ചൊക്കെ ഇവർ തന്നെയായിരുന്നു കേട്ടോ, അത് ഭാര്യമാരെ ചോദിച്ചല്ല, ഭർത്താവായിരുന്നു ആൾക്കോളിക്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഭാര്യമാരോട് എന്നുള്ള ആ അധ്യായം ഒറ്റയ്ക്ക് ഇരുന്ന് വായിക്കാൻ പറയും ബിഗ് ബുക്കില്. അത് കഴിഞ്ഞ് പിന്നീടുള്ള കുടുംബം എന്നുള്ള അധ്യായം അവർ രണ്ടുപേരും ഇരുന്ന് വായിക്കാൻ പറയും. ഇതാണ് ഞാൻ ചെയ്തിരുന്നത്. അതിൽ ഈ 3 കേസുകൾ എന്നോട് ചോദിച്ചു, അതിൽ കൂടുതലും ചോദിച്ചിട്ടുണ്ട് തോന്നുന്നു, എനിക്കിപ്പോ ഓർമ്മ വരുന്നൊരു 3 കേസുകളാണ്. ഈ 3 കേസുകളിലും അത്ഭുതകരമായ പരിവർത്തനം അവരിൽ വന്നിട്ടുണ്ട്. അവരുടെ ആ സ്റ്റേറ്റ് ഓഫ് മൈൻഡില്ലേ, ആ മെന്റൽ സ്റ്റേറ്റില് അത്ഭുതകരമായ പരിവർത്തനം വന്നു. അത് ഇത് ഞാൻ എങ്ങനെയാണത് മനസ്സിലാക്കിയെന്നുണ്ടെങ്കിൽ എൻ്റെ തന്നെ അനുഭവത്തിനാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. ഞാൻ ബിഗ് ബുക്കിൽ കൂടെ പോകുന്ന സമയത്ത് ഭാര്യമാരോട് എന്നുള്ള, ഞാൻ ആദ്യം പല പ്രാവശ്യം ആ 2 അധ്യായം വായിച്ചിട്ടില്ല. ആ 3 അധ്യായങ്ങൾ, ഭാര്യമാരോട് എന്നുള്ളതും പിന്നീടുള്ള കുടുംബം, തൊഴിലുടമകൾ, ഈ 3 ടു ദ എംപ്ലോയീസ് എന്നുള്ളത്, ഇതൊന്നും ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നില്ല ആദ്യം. ഞാൻ ഈ സ്റ്റെപ്സ് അടങ്ങുന്ന ഭാഗങ്ങൾ മാത്രമാണ് വായിച്ചത്. അതായത് 7 ചാപ്റ്റർ, ബിഗ് ബുക്കിലെ 7 അധ്യായം മാത്രമായി. 8, 9, 10 വായിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതിനെ കടന്നിട്ട് പിന്നെ 11ാമത്തെ അധ്യായം വായിച്ചിരുന്നു. ഇങ്ങനെയാണ് എനിക്ക് ഒരു 3 വർഷമൊക്കെ കഴിയുന്നവരെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഞാനും ഇത് വായിച്ചത്. ഞാനിത് വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി എൻ്റെ വൈഫിനെ കൊണ്ട് വായിപ്പിക്കും. അങ്ങനെ വൈഫിനോട് വായിക്കാൻ പറഞ്ഞു. വൈഫ് 2 ദിവസമോ കൂടുതലെടുത്തു, 2 പ്രാവശ്യം 3 പ്രാവശ്യമൊക്കെ ആയിട്ട് പല പേജുകളായിട്ടാണ്, അങ്ങനെയാണ് വായിച്ചത്, കുറച്ചായിട്ട്. അത് കഴിഞ്ഞ് മറ്റുള്ള നമ്മുടെ എന്താ പറയാ,
ആ, പിന്നീടുള്ള കുടുംബം എന്നുള്ള ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ച്. ഇത് ഞങ്ങളിൽ നല്ലൊരു മാറ്റം വരുത്തി. അത് ഓഫ് കോഴ്സ് എന്റെ കാര്യത്തിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എനിക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു ആ കാര്യത്തില്. എന്റെ ആദ്യമേ വൈഫ് അല്ലോണ്ട് വന്നുകൊണ്ട് ആ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ കൂടി ഞങ്ങൾക്ക് കൂടുതലൊരു അണ്ടർസ്റ്റാൻഡിങ്, ഞങ്ങൾ തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് കൂടുതൽ കിട്ടാനൊരു സഹായമായി. അപ്പൊ അതുകൊണ്ട് ഞാൻ പലരോടും ഞാൻ പറയാറുണ്ട്. ഞാൻ അപ്പൊ അതുകൊണ്ട് പറഞ്ഞു, ഞാനൊരു 3 കേസ് എനിക്ക് ഓർമ്മയുണ്ട്. ആ ഓർമ്മയുള്ള 3 കേസിലും ഇത് തന്നെ വളരെയധികം ഫലിച്ചതായിട്ടാണ് കണ്ടത്. ഓക്കെ. പിന്നെ എന്താണ് അപ്പോ എവിടം വരെയാണ്? ഓക്കെ. ആ, അവരുടെ ഭർത്താവ് എയിലോ അയാളുടെ പുതിയ സുഹൃത്തുക്കളിലോ പാഠം ഒഴുകിപ്പോയേക്കാം. ഇതിന്റെ ഫലമായി ഇപ്പോൾ അയാൾ മദ്യപിച്ചിരുന്ന കാലത്തേക്കാൾ കൂടുതലായി വീട്ടിൽ നിന്ന് അകലെയാകുന്നു. അവളുടെ സങ്കടം കാണുമ്പോൾ എയുടെ 12 പടികളും അയാൾ ശുപാർശ ചെയ്യുകയും എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് അവളെ പഠിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ജീവിത രീതിയുടെ കാര്യത്തിൽ ദീർഘവർഷങ്ങളായി അയാളെക്കാൾ മികച്ച നിലവാരം തനിക്കുണ്ടായിരുന്നുവെന്ന് അവൾ സ്വാഭാവികമായി ചിന്തിക്കുന്നു. യെസ്, ഓബ്വിയസ്. അത് തീർച്ചയായും ചിന്തിക്കും. സ്വാഭാവികത. രണ്ടുപേരും പരസ്പരം പഴിചാരുകയും തങ്ങളുടെ വിവാഹ ജീവിതം എന്തെങ്കിലും സന്തോഷമുള്ളതായി തീരുമോ എന്ന് ചോദിക്കുകയും ചെയ്യും. അത് ഒരിക്കലും നല്ലതായിരുന്നില്ല എന്ന് പോലും അവർ സംശയിച്ചു തുടങ്ങിയേക്കാം. അതാ പറഞ്ഞ ആ തിങ്കിങ് ഏതൊക്കെ വഴിയിലേക്കൂടെ വക്രീകരിച്ചു വരുന്നു. ഇവിടെ വളരെ എന്താ പറയാ, രസകരമായിട്ടാണ് ഇത് പറഞ്ഞു തന്നുള്ളത് നമുക്ക്. ആ തിങ്കിങ് മുഴുവൻ പുറവർത്തണ്ടായി വരും. ആ വക്രീകരിച്ച രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങും. വക്രത്തില് നേരായ മാർഗത്തിലല്ല ചിന്തിക്കുക. ഇനി വേർപിരിയിൽ ഒരു അത്യാവശ്യമാകുന്ന തരത്തിൽ നേരെയാക്കാൻ കഴിയാത്ത വിധം സഹവർത്തിത്വത്തിന് തീർച്ചയായും കേടുപാടുകൾ പറ്റിയേക്കാം. അതെ, അതുകൊണ്ട് എനിക്ക് 3-4 കേസുകൾ അറിയാം. എയിൽ വന്ന് റിക്കവറിയിൽ വന്നതിന് ശേഷം ഡൈവോഴ്സ് ആയിരുന്നു. അതും ചിലപ്പോൾ ചില ആൾക്കാർക്ക് പല വർഷങ്ങൾക്ക് ശേഷം. അപ്പൊ ഇതൊക്കെ ഉണ്ട്. വളരെ നമ്മൾ ശ്രദ്ധിച്ച് പോകേണ്ട ഒരു കേസാണത്. നമ്മളുടെ ജീവിതമാണത്. നമ്മളുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു പങ്കാളിയെ കൂടെ കൊണ്ടുപോകാനുള്ള ജീവിതം അല്ലേ. പക്ഷെ അത്തരം സാഹചര്യങ്ങൾ അസാധാരണമായവയാണ്. അത് വളരെ അസാധാരണമാണ്. അത് ശരിയാ. വളരെ റെയറസ്റ്റ് ആണ്, മോസ്റ്റ് റെയർ. പിന്നെ തൻ്റെ ഭാര്യ എന്തൊക്കെ സഹിച്ചു എന്ന് തിരിച്ചറിയുന്ന അവളുടെയും തൻ്റെ കുട്ടികളുടെയും ദുരവസ്ഥയ്ക്ക് താൻ എത്രത്തോളം ഇടയാക്കി എന്ന് ഇപ്പോൾ പൂർണ്ണമായും മനസ്സിലാക്കുന്ന മദ്യപാനി തനിക്കു കഴിയുന്നത് നേരെയാക്കാനും കഴിയാത്തത് സ്വീകരിക്കാനുമുള്ള സന്നദ്ധതയോടെ വിവാഹത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ മിക്കവാറും എല്ലായ്പ്പോഴും ഏറ്റെടുക്കുന്നു. അതായത് ഇയാൾ നല്ല ടോട്ടലി കൺവിൻസ്ഡ് ആണ് അയാളുടെ കഴിഞ്ഞ കാല പ്രവർത്തനങ്ങളെ കൊണ്ട് എത്രത്തോളം കുടുംബം നാശകരമായി ഭവിച്ചു എന്നുള്ളത്. അപ്പൊ അതിൽ നിന്ന് അപ്പൊ അയാൾ എന്താണ് ചെയ്യണം? അയാൾ ഉത്തരവാദിത്വ ബോധത്തോടുകൂടി ഇതൊക്കെ നമ്മൾ ഈ സ്റ്റെപ്സ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത് വന്നാലേ ഉള്ളൂ കേട്ടോ. അത് ഞാൻ ആദ്യമേ പറയും. അപ്പോഴേ അതിന്റെ ആ ഒരു ഈ രീതിയിലൊക്കെ നമുക്ക് ചിന്തിക്കാനും ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ പറ്റും. അപ്പൊ ആ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു സ്ഥലത്ത് ബിൽഡബ്ല്യു തന്നെ പറഞ്ഞിട്ടില്ലേ. ഇപ്പൊ ഇതിന്റെ മുമ്പത്തെ പേജിൽ നമ്മൾ ഹ്യൂമിനിറ്റിയെ കുറിച്ചാണ് പറഞ്ഞു, അല്ലെങ്കിൽ വിനയത്തിനെ കുറിച്ചാണ്. ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്ന കാര്യം. ഒരാൾക്ക് വരുന്ന ഗ്രോത്ത് എങ്ങനെ അളക്കാം എന്നാണ്, സാമാന്യമായിട്ട് എങ്ങനെ അളക്കാം എന്ന് ബിൽഡബ്ല്യു പറഞ്ഞിട്ടുള്ളത്. അയാൾ കൈവരിച്ചിട്ടുള്ള അയാളിൽ വന്നിട്ടുള്ള വിനയം എന്നുള്ള ക്വാളിറ്റി അയാളിൽ എത്രത്തോളം വന്നിട്ടുണ്ട്, അതേപോലെ അയാൾ കൈവരിച്ചിട്ടുള്ള ഉത്തരവാദിത്വ ബോധം, ഇതിൽ നിന്ന് മനസ്സിലാക്കാം എന്ന് പറഞ്ഞു ഒരാൾക്ക് വന്നിട്ടുള്ള ഗ്രോത്ത്, വളർച്ച. ആ സത്യം പറഞ്ഞാൽ ഇതൊരു എവല്യൂഷൻ എന്നാ ഞാൻ പറയാം, പരിണാമം. ഇതൊരു പരിണാമമാണ്. അപ്പൊ ആ പരിണാമത്തിൽ എത്രത്തോളം അയാൾ വലുതായിട്ട് വളർന്നിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാക്കാനുള്ള 2 മാർഗങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇവിടെയാണ് പറഞ്ഞ സ്വീകരിക്കാനും തനിക്ക് കഴിയുന്നത് നേരെയാക്കാനും കഴിയാത്തത് സ്വീകരിക്കാനുമുള്ള സന്നദ്ധതയോടെ വിവാഹത്തിന്റെ ഉത്തരവാദിത്വങ്ങൾ മിക്കവാറും എല്ലായ്പ്പോഴും ഏറ്റെടുക്കുന്നു. മിക്കപ്പോഴും മികച്ച ഫലത്തോടെ എയുടെ 12 പടികളും അയാൾ വീട്ടിൽ തുടർച്ചയായി പരീക്ഷിക്കുന്നു. സ്വജീവിതത്തിൽ പരീക്ഷിക്കുന്നു. ഈ 12 പടികളുടെ തത്വങ്ങളും അയാളുടെ ജീവിതത്തിൽ അയാൾ പരീക്ഷിക്കുന്നു.
എന്നിട്ടോ ഈ ഘട്ടത്തിൽ ഒരു മോശപ്പെട്ട കുട്ടിയെ പോലെ എന്നതിന് പകരം അയാൾ ദൃഢമായി എന്നാൽ സ്നേഹത്തോടെ ഒരു പങ്കാളിയെ പോലെ പെരുമാറി തുടങ്ങുന്നു. അതെ, പണ്ട് ഒരു സ്പൗസിനെ പല രീതിയിൽ കണ്ടിട്ടുണ്ടാവും. പങ്കാളി അതെന്ന് പറഞ്ഞാൽ ജീവിത പങ്കാളിയായിട്ടായിരിക്കില്ല കണ്ടിട്ടുണ്ടാവും. ചിലപ്പോൾ അടിമയായിട്ട് കണ്ടിട്ടുണ്ടാവും, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയുള്ള ഒരു ഉപകരണമായിട്ട് കണ്ടിട്ടുണ്ടാവും. ഇനി അതും അല്ലാന്നുണ്ടെങ്കിൽ ഒരു ശത്രുവിനെ പോലെ കണ്ടിട്ടുണ്ടാവും. പല രീതിയിലും കണ്ടിട്ടുണ്ടാവും. അപ്പൊ അതന്നെ ചിലപ്പോ ഒരേ ദിവസം പല രീതിയിലാവും കാണാം. എന്നാൽ ചില സമയത്ത് വളരെ സ്നേഹത്തോടെ പെരുമാറിയിട്ടുണ്ടാവും, പ്രേമത്തോടെ പെരുമാറിയിട്ടുണ്ടാവും, പലതും കണ്ടിട്ടുണ്ടാവും. അങ്ങനെ പല രീതിയിലാവും പല സമയത്തും പെരുമാറിയിട്ടുണ്ടാവും. മനോഭാവേ ഒരാളുടെ അപ്പൊ കള്ളുടിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ശത്രുവായി അല്ലേ. അപ്പൊ നേരെ മറിച്ച് രാത്രി സ്വന്തം അവനവന്റെ സെക്ഷൽ ഡിസയർ എന്താ പറയാ പൂർത്തീകരിക്കാനാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് പ്രേമം അവിധേയിങ്ങനെ ചെയ്യും. അപ്പൊ ഇങ്ങനെയൊക്കെ അവനവന്റെ ആവശ്യം, ആ സ്വാർത്ഥതയാണല്ലോ ഉള്ളിൽ ഇങ്ങനെ തികഞ്ഞ സ്വാർത്ഥതയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു മനുഷ്യനാണ് ഈ ആൾക്കോളിക്ക്. അപ്പൊ അയാളുടെ പെരുമാറ്റം എങ്ങനെയായിരിക്കും ആ വ്യക്തി. അപ്പൊ ഇപ്പൊ മാറ്റം വരുന്നത് എന്താണ്? എന്നാൽ സ്നേഹത്തോട് ഒരു പങ്കാളിയെ പോലെ പെരുമാറി തുടങ്ങുന്നു. ഒരു റിയൽ പാർട്ട്ണറായിട്ട് എങ്ങനെയാണ് ഒരു പാർട്ട്ണറായിട്ട് പെരുമാറുന്നത്? നമ്മൾ ഗീവ് ആൻഡ് ടേക്ക് ആണ്, അല്ലേ? മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്, ഉൾക്കൊണ്ട് പെരുമാറും. സാധാരണഗതിയിൽ പറയാറുണ്ട്, അതൊരു ജനറൽ റൂളാണ്, ഏതായിട്ട് ബന്ധപ്പെട്ടൊന്നുമില്ല. ജനറൽ റൂള് ഈ സൈക്കോളജിസ്റ്റുകളും ഇവരൊക്കെ പറയുന്ന ഒരു കാര്യമാണ്. ഒരു വിവാഹ ജീവിതത്തില് രണ്ടുപേരും പരസ്പരം ഉൾക്കൊണ്ട് ജീവിക്കാം. ഉൾക്കൊണ്ട് ജീവിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ വഴക്കുകളൊന്നും ഉണ്ടാവില്ല. അസംതൃപ്തികളും ഇതൊക്കെ ഉണ്ടാവും, നീരസങ്ങൾ അത്യാവശ്യമൊക്കെ പ്രകടിപ്പിക്കില്ല എന്നല്ല, പക്ഷെ മെയിൻ വഴക്കുകളോ ബാക്കി പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ ഉൾക്കൊണ്ട് ജീവിക്കാൻ സാധിക്കുന്നത് സാധാരണഗതിയില് വിവാഹം കഴിഞ്ഞ ഒരു 10 മുതൽ 15 വർഷം വരെ കഴിയുന്ന സമയത്താണ്. അത് ആർക്ക്? ആവറേജ് മനുഷ്യർക്ക് കേട്ടോ. അല്ലാത്തവരുണ്ട് വിവാഹം കഴിഞ്ഞ് പിറ്റത്തെ വർഷം മുതൽ തന്നെ വളരെ ഉൾക്കൊണ്ട് അങ്ങോട്ടും ഇതായിട്ട് ജീവിക്കുന്നവരുണ്ട്. ചിലർ 5 വർഷം കഴിയുമ്പോഴേക്കും അങ്ങനെയാവും. പക്ഷെ ഒരു ആവറേജ് മനുഷ്യർക്കൊക്കെ 10 മുതൽ 15 വർഷം സമയം വരെ എടുക്കും എന്നാണ് പറയുന്നത് പരസ്പരം ഉൾക്കൊണ്ട് ജീവിക്കാനായിട്ട്. ഉൾക്കൊള്ളുക എന്ന് പറഞ്ഞാൽ മറ്റയാളൊക്കെ എന്താണ് ആവശ്യം എന്ന് കണ്ടറിഞ്ഞ് ചെയ്യുക, അങ്ങനെ പെരുമാറുക. അത് പരിചയം വരുമ്പോ തന്നെ കുറച്ച് ടൈം എടുക്കുമല്ലോ, എന്തായാലും പെട്ടെന്നൊന്നും നടക്കില്ല. അപ്പൊ അങ്ങനെയുള്ളൊരു ജീവിതം. ഇനി അതാണ് ഈ പങ്കാളിയെ പോലെ. അപ്പൊ പങ്കാളിയെ പോലെ പെരുമാറി തുടങ്ങുന്നു. അപ്പൊ നമ്മൾ അവിടെ കുറ്റപ്പെടുത്തലുകളില്ല, വേറൊന്നുമില്ല. നമ്മളെ കണ്ടറിഞ്ഞ് മനസ്സിലാക്കുകയാണ്, അക്സെപ്റ്റ് ചെയ്തിട്ട് ചെയ്യാണ്. ഓക്കെ. പിന്നെ എല്ലാറ്റിനും ഉപരി വീണ്ടും വിചാരമില്ലാത്ത പ്രേമ നാടകങ്ങൾ തന്റെ ജീവിതശൈലി അല്ല എന്ന് അയാൾക്ക് ഒടുവിൽ ബോധ്യപ്പെടുന്നു. ഓക്കെ, അതിനൊരു എക്സ്പ്ലനേഷൻ ആവശ്യമില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെ. അപ്പോ വളരെ രസകരമായ രീതിയിലാണ് വിൽ ഡബ്ല്യു ഇവിടെ നമ്മളെ കൊണ്ടുപോയിട്ടുള്ളത്. ഈ ഭാഗങ്ങളൊക്കെ എനിക്ക് ആ 12-ാമത്തെ ലേഖനം, ക്ലാസിക് ലേഖനങ്ങളുണ്ട്. വിൽ ഡബ്ല്യുവിന്റെ പല ഈ ഗ്രേപ്പ് വൈനിലെ പല ലേറ്റർ പാർട്ട് ഉണ്ടല്ലോ, ഗ്രേപ്പ് വൈനിലെ ലേഖനങ്ങൾ. ഇപ്പൊ ലാംഗ്വേജ് ഓഫ് ദ ഹാർട്ടിലെ ലേറ്റർ പാർട്ട് ഒരു 1955 ഒക്കെ കഴിഞ്ഞിട്ടുള്ള ലേഖനങ്ങള് 61 ഒക്കെ ആകുമ്പോഴേക്കും നല്ല ഗംഭീര ലേഖനങ്ങളായി. 58, 61, 62 ആ ഭാഗത്തൊക്കെ ലേഖനങ്ങൾ അതിഗംഭീര ലേഖനങ്ങളായി. 1958 59 ഈ ലാംഗ്വേജ് ഓഫ് ദ ഹാർട്ട് എന്നുള്ള ആ ലേഖനം തന്നെ വരുന്നത്. അപ്പൊ അത് ആ സമയങ്ങളിലൊക്കെ വിൽ ഡബ്ല്യുവിന്റെ എഴുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ എഴുത്തിനെ അങ്ങനെ കാണുമ്പോൾ ആ രീതിയിൽ, ഞാനത് വിമർശന ബുദ്ധിയോടും കാണുന്നില്ല, പക്ഷെ ഒരു നിരീക്ഷിക്കുമ്പോൾ മനസ്സിലാവുന്ന മറ്റ് ലേഖനങ്ങൾ വായിക്കുമ്പോൾ അതിൽ നിന്ന് അദ്ദേഹത്തിന്റെ തന്നെ എന്താ പറയാ എഴുത്തിൽ വന്ന മാറ്റം ഉണ്ടല്ലോ, വലിയൊരു മാറ്റം, ഒരു ക്ലാസിക്കായിട്ട് മാറിയിരിക്കുന്നു. അപ്പൊ അതുപോലെയാണ് ഈ 12 and 12 ഈ 11th സ്റ്റെപ്പിന്റെ 12th സ്റ്റെപ്പിന്റെ ഒക്കെ ലേഖനങ്ങള് വളരെ ക്ലാസിക്കാണ്, അത് പറയാതെ പറ്റില്ല. അതുപോലെ ചില ട്രഡീഷൻസിന്റെ ലേഖനങ്ങളുണ്ട്, ആ ലേഖനങ്ങൾ ഒക്കെ അതിഗംഭീര ലേഖനങ്ങളാണ്. എന്താ കാരണം? ഇത് 1946 പബ്ലിഷ് ചെയ്തത്. പക്ഷെ അപ്പൊ അതിന് മുമ്പ് തന്നെ എഴുതി തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴേക്കും അദ്ദേഹത്തിന് ഒരു അളവ് വരെ സൊബ്രൈറ്റി കിട്ടിക്കഴിഞ്ഞു, ധാരാളം എക്സ്പീരിയൻസും ആയി കഴിഞ്ഞു.
അപ്പൊ ആ എക്സ്പീരിയൻസ് നിന്ന് വന്നതാണ്. അപ്പൊ അതെന്തായാലും അത് പറയാൻ പറ്റില്ല. അതിൻ്റെയൊക്കെ ക്വാളിറ്റി എടുക്കാം. ഇനി നോക്കാം. നമ്മള് ചാലക്കുടിക്കാരൻ ജെയിംസ് അയച്ചു തന്നുണ്ട് ഇത്തവണ. ഞാൻ പറഞ്ഞില്ല, ജെയിംസിന് നന്ദി, താങ്ക് യു. എന്താ വെച്ചാൽ ജെയിംസ് ഇത് അയക്കണ എന്തുകൊണ്ടാണ് പറഞ്ഞതെന്നുണ്ടെങ്കിൽ, ആസ്പിൽസിന്റെ ആദ്യ ഭാഗത്ത് അല്ലെങ്കിൽ നമ്മൾ ഡെയിലി റിഫ്ലക്ഷന്റെ ആണെങ്കിൽ ബാക്ക് സൈഡിൽ കുറെ വിഷയങ്ങൾ കൊടുത്തിട്ടുണ്ടാവും. അതിന്റെ എഗൻസ്റ്റ് ആയിട്ട് പേജ് നമ്പറുകൾ കൊടുത്തിട്ടുണ്ടാവും. അത് നമുക്ക് പെട്ടെന്നൊരു കാര്യത്തിനെ കുറിച്ചിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ അവിടെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വിഷയം, ഇപ്പോൾ ഉദാഹരണത്തിന് ഇതിൽ എടുക്കാം, ഞാൻ ആസ്പിൽസിന്റെ എടുക്കാം. ആസ്പിൽസിന്റെ നോക്കിക്കൊള്ളൂ. ടി ടി എന്നുള്ള ലെറ്ററിൽ, അപ്പൊ ആൽഫബറ്റിക് ഓർഡറിലാണ് കൊടുത്തിട്ടുണ്ട്. ടെംപ്ടേഷൻ ടു ഡ്രിങ്ക് എന്നുള്ള അതിന്റെ അഗൻസ്റ്റ് ആയിട്ട് 77, 121, 128, 188, 280 അങ്ങനെ പേജ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ടോളറൻസ് 28, 41, 62, 113, 120, 134 അങ്ങനെ 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 പോയിട്ട് 10-20 പേജ് നമ്പറുകൾ കൊടുത്തിട്ടുണ്ടായില്ല. അപ്പൊ അത് അതിന് തിരിച്ചെടുക്കണം. ഈ പേജിൽ നിന്ന് ഈ പേജിൽ എന്തൊക്കെയാണ് വിഷയങ്ങൾ കൊടുത്തത്. അപ്പൊ ഒരു പേജിൽ തന്നെ പല വിഷയങ്ങളും ഉണ്ടാവും, അത് ആവർത്തിച്ചിട്ടുണ്ടാവും. അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. റിവേഴ്സ് എഞ്ചിനീയറിംഗിൽ കൂടെയാണ് എടുക്കുന്നത് ജെയിംസ്. അപ്പൊ എന്തായാലും ജെയിംസിന് നന്ദി. പേജ് നമ്പർ 292 ടുവേർഡ് പാർട്ട്ണർഷിപ്പ് എന്നുള്ളത് അത് സൂചിപ്പിക്കുന്നത് എന്തൊക്കെയാണ്? ഒന്ന് ഫാമിലി റിലേഷൻഷിപ്സ് ആണ്, നമ്മളുടെ കുടുംബ ബന്ധങ്ങളെ കുറിച്ച്. പിന്നെ റെസ്പോൺസിബിലിറ്റി ആസ് എൻ ഇൻഡിവിജ്വൽ, ഉത്തരവാദിത്വം, ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്കുള്ള ഉത്തരവാദിത്വം. ഇത് രണ്ടുമാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇതാണ് അതിൽ പറയാനുള്ളത്. ഇനി ആർക്കെങ്കിലും ഇതിൽ എന്തെങ്കിലുമൊക്കെ കൂട്ടിച്ചേർക്കാനോ അല്ലെങ്കിൽ തിരുത്താനോ ഇതിലുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പേജ് കൂടി പോകാൻ പറ്റുമോ? കുറച്ച് വലുതാണ്. ഇതിവിടെ കഴിയില്ല, 10:45. ഷിബു എന്താ വേണ്ട? ഷിബു പേജ് കൂടി പോ ചേട്ടാ. ആരോ പറഞ്ഞിട്ട് ഉറക്കം പറഞ്ഞ കാര്യം പറയും. എനിക്ക് ഉറക്കം വരും. പക്ഷേ 10:45 ആയില്ല. ഞാൻ 10:30 മാക്സിമം ഉറങ്ങണതാണ്. നോക്കാൻ നോക്ക്. എന്തായാലും ഇതുകൊണ്ട് ഒരു കാര്യം ഉണ്ട് കേട്ടോ, അത് ഞാൻ പറയാൻ പോവാണ്. ഇനിയിപ്പോ ഒരു 40 പേജും കൂടി ഉള്ളു. 40 പേജ് എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിൽ താഴെ ഉള്ളൂ. അപ്പൊ ഈ ഒരു വർഷത്തിൽ താഴെ മതി ഇനി മാക്സിമം ഈ ഉറക്കത്തിന്റെ പ്രശ്നം വരുന്നത്. നോക്കാം. റെബല്യൻ ഓർ ആക്സെപ്റ്റൻസ് അടുത്തത്. അതായത് നമ്മൾ എന്താ പറയാ, എതിർക്കലാണോ, നിഷേധാത്മകമായ നിലപാടാണോ, അതോ സ്വീകരിക്കലാണോ എന്നുള്ളതാണ് ഇവിടെ ഒരു കാര്യം. റെബല്യൻ ആണല്ലോ എപ്പോഴും. നോക്കാം. ഇത് രണ്ട് ഭാഗത്തിന്റെ അടുത്തുള്ള 12 and 12 പേജ് 105. പിന്നെ ഗ്രേപ്പ് വൈൻ ജൂൺ 1958. നോക്കട്ടെ, 12 and 12 എടുക്കട്ടെ, പേജ് 105. ഓക്കെ, ഇത് 11-ാം പടി ലേഖനം നിന്നാണ്. അത് വായിക്കാതെ മലയാളത്തിൽ തന്നെയാണല്ലോ സമാധാനം. എന്റേതായ എന്താ പറയാ, ബുദ്ധിശക്തി ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. 105 ആ മിഡിലുള്ള പാരഗ്രാഫ്, ഫസ്റ്റ് പാരഗ്രാഫ്. വിശ്വാസമില്ലായ്മയാലോ ഈശ്വരന്റെ സഹായത്തിൽ നിന്നും മാർഗനിർദ്ദേശത്തിൽ നിന്നും തങ്ങൾ സ്വയം മുറിച്ചുമാറ്റി എന്ന് ചിന്തിക്കുന്നതിനാലോ പ്രാർത്ഥനയിൽ നിന്ന് ഞെട്ടിമാറുന്നവർക്ക് ഇതെല്ലാം പ്രോത്സാഹജനകമായ വാർത്തയാണ്. 11-ാം പടി ലേഖനമാണ് ഇത്. നമ്മളെല്ലാവരും ആരെയും ഒഴിവാക്കാനാവാത്ത രീതിയിൽ കഠിനമായ ഇച്ഛാശക്തി പ്രയോഗിച്ച് മാത്രം പ്രാർത്ഥിക്കാനാവുന്ന സമയങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട്. വല്ലപ്പോഴും ഞങ്ങൾ ഇതിനേക്കാൾ അപ്പുറവും പോകുന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കുകയില്ല എന്ന അനാരോഗ്യകരമായ കലഹത്തിൽ നാം പ്രാർത്ഥിക്കാതെയിരിക്കും. ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ
നമ്മൾ സ്വയം തീരെ മോശക്കാരാണെന്ന് ചിന്തിക്കേണ്ടതില്ല. നമുക്ക് നന്മയുണ്ടാകാൻ നമുക്ക് അറിയാവുന്നത് ചെയ്തുകൊണ്ട് കഴിയുന്നിടത്തോളം വേഗത്തിൽ നമ്മൾ പ്രാർത്ഥന പുനരാരംഭിക്കണം. അപ്പൊ അത് തന്നെയാ ഇവിടെ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. പ്രാർത്ഥനയും ധ്യാനവും അതിനെക്കുറിച്ചുള്ള കാര്യത്തിലാണ് പറഞ്ഞത്. നോക്കാം. വിശ്വാസമില്ലായ്മയാലോ ഈശ്വരന്റെ സഹായത്തിൽ നിന്നും മാർഗനിർദ്ദേശത്തിൽ നിന്നും തങ്ങൾ സ്വയം മുറിച്ചു മാറ്റി എന്ന് ചിന്തിക്കുന്നതിനാലോ പ്രാർത്ഥനയിൽ നിന്ന് ഞെട്ടിമാറുന്നവർക്ക് ഇതെല്ലാം പ്രോത്സാഹജനകമായ വാർത്തയാണ്. ഇതെല്ലാം എന്താണ്? ആ ഇത് എന്നുള്ളതിന്റെ ബാക്കിലത്തെ പാരഗ്രാഫിൽ കൊണ്ടുവരും. ദൈവം വളരെ നിഗൂഢമായ രീതിയിൽ തന്റെ അത്ഭുതങ്ങൾ പ്രകടിപ്പിക്കുന്നു എന്ന ഉറച്ച വിശ്വാസം വന്നെത്തുകയും ചെയ്യുന്നുവെന്നും അനുഭവസ്ഥർ പറയുന്നു. ഇങ്ങനത്തെ അനുഭവസ്ഥരുടെ പറച്ചിലുകളും അല്ലെങ്കിൽ അവനവന്റെ അനുഭവത്തിലോട്ട് തന്നെ ഉള്ള ഒരു തിരിഞ്ഞു നോട്ടം എന്തു സംഭവിക്കുന്നു? അതായത് പ്രാർത്ഥനയിൽ നിന്ന് ഞെട്ടിമാറുന്നവർക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രോത്സാഹജനകമായ വാർത്തയാണ് എന്നാണ് പറയുന്നത്. എന്തെങ്കിലും കാരണം കൊണ്ട് പ്രാർത്ഥനയിൽ നിന്ന് മാറും. ചിലപ്പോൾ അവിശ്വാസം കൊണ്ടാവാം, പല കാരണങ്ങളെ കൊണ്ടാവാം. അതായത് ഈ അവിശ്വാസം വരുന്നത് എങ്ങനെ അറിയും? കുറച്ചു കാലം കഴിയുമ്പോൾ ചില ആഗ്രഹങ്ങൾ ഉണ്ടാവും. ആ ആഗ്രഹം നടക്കാതെ ആവുമ്പോൾ പിന്നെ വിശ്വാസം പോകും. അങ്ങനെ ആവുമ്പോൾ നമ്മളിതൊരു തിരിഞ്ഞു നോട്ടം നടത്തണം. ആ തിരിഞ്ഞു നോട്ടം നടത്തുമ്പോൾ അവിടെയാണ് കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ് പറയുക. കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ്. അത് നടത്തുമ്പോൾ വീണ്ടും നമ്മൾ വിശ്വാസത്തിലേക്ക് വരും. അല്ലെങ്കിൽ ചിലപ്പോൾ ചില മീറ്റിങ്ങുകൾക്ക് മുമ്പ് വേറെ പല ഷെയറുകൾ കേൾക്കും. അപ്പൊ നമുക്ക് വീണ്ടും വിശ്വാസം വരും, അല്ലെങ്കിൽ ദൃഢമാവും. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താ വേണ്ടത്? അങ്ങനെ അപ്പൊ പ്രാർത്ഥനയിൽ നിന്ന് മാറുന്നവർക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രോത്സാഹജനകമാണ്, കൂടുതൽ എൻകറേജിങ് ആണ്. ഓക്കെ, നമ്മളെല്ലാവരും ആരെയും ഒഴിവാക്കാനാവാത്ത രീതിയിൽ കഠിനമായ ഇച്ഛാശക്തി പ്രയോഗിച്ച് മാത്രം പ്രാർത്ഥിക്കാനാവുന്ന സമയങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട്. അതെ, നമ്മളൊക്കെ ചില സമയത്ത് വളരെ സെൽഫ് വില്ല് എന്ന് പറയാൻ പറ്റത് ആ ഒരു കഠിനമായ അവനവന്റെ സെൽഫ് വില്ല് തന്നെ പറയാം, ഇച്ഛാശക്തി കൊണ്ട് തന്നെ പ്രാർത്ഥിക്കാനും ഇതിനായിട്ട് വളരെ ചിട്ടയോടെ ഇരിക്കലും ഒക്കെ ആയിട്ടുള്ള പല കാര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ട്, പല സമയങ്ങളിലൂടെ. വല്ലപ്പോഴും ഞങ്ങൾ ഇതിനേക്കാൾ അപ്പുറവും പോകുന്നു. അതെന്താ ഞങ്ങൾ അതിനേക്കാൾ അപ്പുറവും പോകുന്നു? ചില സമയത്ത് ഓട്ടോമാറ്റിക്കലി പ്രാർത്ഥിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ, മെഡിറ്റേഷനിൽ ഇരിക്കുമ്പോൾ നമ്മൾ വിചാരിച്ചതിന്റെ അപ്പുറം കൂടി പോകുന്നുണ്ട്. അത് മെഡിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങിയാലും ഇല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും നമുക്ക് മനസ്സിലാവും. ഒരു സർട്ടൺ ഒരു രീതിയിലുള്ള പ്രാർത്ഥന ഡെയിലി ചെയ്യുന്നു എന്നായിരിക്കും, ഏതെങ്കിലും ഒരു രീതി. ഓരോരുത്തർക്കും ഓരോ പല പല രീതികളാണ്. ഏറെ പ്രാർത്ഥനകൾ ഉണ്ടാവും, ചിലവർക്ക് അതിൻ്റെ കൂടെ റിലീജിയസ് ആയിട്ടുള്ള പ്രാർത്ഥനകൾ ഉണ്ടാവും, ചിലവർക്ക് സെൽഫായിട്ട് ഉള്ളിൽ നിന്ന് വരുന്ന ചില കാര്യങ്ങൾ പ്രാർത്ഥന രൂപത്തിൽ പറയുന്നുണ്ടാവും. ഇങ്ങനെ ഒരു ചിട്ടയായ രീതിയിൽ പോകുമ്പോൾ ചില ദിവസങ്ങളിൽ ചിലപ്പോൾ അതിൽ കൂടുതൽ അപ്പുറത്തും വേറെ എന്തൊക്കെയോ പ്രാർത്ഥിക്കാൻ അറിയാണ്ട് തന്നെ. എനിക്ക് അനുഭവമുണ്ട്, ധാരാളം അനുഭവമുണ്ട്. ഞാൻ സാധാരണ ചെയ്യുന്നതിന്റെ അപ്പുറം വേറെ എന്തൊക്കെ ചിലപ്പോൾ ഓട്ടോമാറ്റിക്കലി കടന്നു വരും പ്രാർത്ഥനകൾ. കുട്ടിക്കാലത്ത് ചില പഠിച്ച പ്രാർത്ഥനയൊക്കെ അറിയാണ്ട് കയറി. അതൊക്കെ ആയിരിക്കണം ഈ പറഞ്ഞിട്ടോ. ജസ്റ്റ് എന്റെ പ്രസംഷനാണത്, അറിയില്ല. ഞങ്ങൾ പ്രാർത്ഥിക്കുകയില്ല എന്ന അനാരോഗ്യകരമായ കലഹത്തിൽ നാം പ്രാർത്ഥിക്കാതെ ഇരിക്കും. അങ്ങനെ ഒരു സംഭവിക്കും, ഇന്ന് പ്രാർത്ഥിക്കുന്നില്ല എന്നിട്ടോ. ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മൾ സ്വയം തീരെ മോശക്കാരാണെന്ന് ചിന്തിക്കേണ്ടതില്ല. അങ്ങനെയൊക്കെ പറഞ്ഞ സമയത്ത് നമ്മൾ സ്വയം മോശക്കാരാണെന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നന്മയുണ്ടാകാൻ നമുക്ക് അറിയാവുന്നത് ചെയ്തുകൊണ്ട് കഴിയുന്നിടത്തോളം വേഗത്തിൽ നമ്മൾ പ്രാർത്ഥന പുനരാരംഭിക്കണം. അപ്പൊ അവിടെ വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ മോശക്കാരനാണ്, എനിക്ക് പ്രാർത്ഥനകളൊന്നും അറിയാത്ത ആളാണ്, എനിക്ക് മിണ്ടാണ്ടിക്കല്ല വേണ്ടത്, അറിയണ പോലെ എന്തൊക്കെ ചെയ്തിട്ട് മുമ്പിലേക്ക് പോവുകയാണ് വേണ്ടത്. അതാണ് ഇത് പറഞ്ഞത്. ഇനി അതിന്റെ രണ്ടാമത്തെ ഭാഗം 3 പോയിന്റ് ജൂൺ 1958. ഇതും 11-ാം പടിയെ കുറിച്ചിട്ടുള്ള ലേഖനം തന്നെയാണ്. ടേക്ക് സ്റ്റെപ്പ് 11 ആണ്. 11-ാം പടി എടുക്കാനാ പറഞ്ഞത്. ലാംഗ്വേജ് ഓഫ് ദ ഹാർട്ടില് 239 പേജ് നമ്പർ. അതിലാണ് ഈ ലേഖനം തുടങ്ങുന്നത്. പക്ഷെ ഈ എടുത്ത പ്രസക്തമായ ഭാഗം
241 last paragraph and continued to 242 first paragraph അല്ല ഇതിന്റെ കണ്ടിന്യൂഷൻ 242. അപ്പൊ അത് എഡിറ്റഡ് ആണ്, അതുകൊണ്ട് ഞാൻ അതിൽ അതിൽ വായിക്കുന്നില്ല. നമുക്ക് ഇവിടെ ഇതിൽ തന്നെ വായിക്കാം. അപ്പൊ ഇതിന്റെ ഹെഡിങ് എന്തായിരുന്നു? റെബല്യൻ ഓർ അക്സെപ്റ്റൻസ്. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അത് ഓർമ്മിച്ചിട്ട് വേണം നമ്മളിത് വായിക്കാൻ. അപ്പൊ റെബല്യന്റെ ഭാഗങ്ങളും കുറേയൊക്കെ പറഞ്ഞു. അക്സെപ്റ്റൻസിനെ കുറിച്ച് ചെറുതായിട്ട് സൂചിപ്പിച്ചു നേരത്തെ 12 പറഞ്ഞ കാര്യങ്ങളിൽ. ഇനിയിപ്പോ ഇത് തീർച്ചയായിട്ടും ഇത് അക്സെപ്റ്റൻസിലേക്ക് തന്നെ ആയിരിക്കും വരുന്നത്. അങ്ങനെയാണ് സാധാരണ രണ്ട് ഭാഗമുള്ളപ്പോൾ ഒരെണ്ണം ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ മറ്റേ ആൻസർ ആയിരിക്കാറുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ സാധാരണ എന്താ പറയുക, ഒരു കാര്യത്തിന്റെ ഒരു ആദ്യത്തെ ഭാഗമാണെന്നുണ്ടെങ്കിൽ അതിന്റെ പൂരകമായ കാര്യമായിരിക്കും അടുത്തതിൽ ഉണ്ടാവുക. അപ്പൊ നമ്മള് എന്താണ് വേണ്ടത്, ഏത് രീതിയിലാണ് എനിക്ക് കാര്യങ്ങളോടോ പ്രാർത്ഥനയോടോ അല്ലെങ്കിൽ മറ്റുള്ള പ്രാക്ടീസിനോടോ എതിർപ്പുള്ളത് എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞിട്ട് ഇനി നെക്സ്റ്റ് നമുക്ക് പറയേണ്ടത് അതിന്റെ സ്വീകാര്യത എങ്ങനെ സ്വീകരിക്കുന്നു നോക്കാം. എന്തായാലും പറഞ്ഞു. A man who persists in prayer finds himself in possession of great gifts. When he has to deal with hard circumstances, he finds he can face them. He can accept himself and the world around him. He can do this because he now accepts a God who is all എന്നുള്ളതിന്റെ A ക്യാപിറ്റലാണ്, and who loves all. ആ ആള് സ്മോളാണ്. നമ്മൾ അതിലേക്ക് വരാം. കേൾക്കാൻ പറ്റുന്നുണ്ടോ? ചേട്ടൻ പോയോ? ഉണ്ട്. ചേട്ടൻ കോളിലില്ലല്ലോ, പിന്നെ എങ്ങനെ നിനക്ക് കേൾക്കാൻ പറ്റും? എടാ, കേൾക്കാൻ പറ്റുന്നുണ്ടോ? ആ ഉണ്ടെന്നേ. ആഹാ, ചേട്ടാ കട്ടായി പോയതാ. ആ ഞാൻ പറയണതല്ല, ഞാൻ ചോദിച്ചതാ. ചോദിച്ചേട്ടൻ പറഞ്ഞ കേൾക്കാൻ പറ്റണ്ടോന്ന് ചോദിച്ചത്. കേൾക്കാൻ പറ്റുന്നു. ശ്രീനു ബ്രോ വിചാരിച്ചത് ഷുബിചേട്ടൻ പറഞ്ഞു കേൾക്കാൻ പറ്റുന്നുണ്ടെന്നാണ്. ഓക്കെ. ലക്ഷ്മണ ചേട്ടൻ പറഞ്ഞ അല്ല, സോറി, അശ്വൻ ചേട്ടൻ പറഞ്ഞ കേൾക്കാൻ പറ്റുന്നില്ല. വന്ന് ചേട്ടൻ വന്ന്. ചേട്ടന്റെ ചേട്ടന്റെ മൈക്ക്. ഹലോ, കേൾക്കാമോ? ഇപ്പൊ കേൾക്കാം, പറഞ്ഞു കേട്ടോ. വൈഫൈ പോയതാണ്. ഹലോ, ഇപ്പൊ കേൾക്കോ? കേൾക്കാം. വൈഫൈ പോയിട്ടോ? ഓക്കെ, നോക്കാം എത്രത്തോളം കിട്ടുന്നു. അപ്പൊ എവിടം വരെ കേട്ടു? ഞാനിത് വായിച്ചു കേട്ടോ. ഞാനിത് മുഴുവൻ വായിച്ചു. ഓക്കെ, ഈ ഭാഗം ഒന്നുകൂടി himself and the world around him. He can do this because he now accepts a God who is all and who loves all. When he says, "Our Father who art in heaven, hallowed be thy name," he deeply and humbly means it. When in good meditation and thus freed from the clamors of the world, he knows that he is in God's hands, that his own ultimate destiny is really secure here and hereafter, come what may. നോക്കാം എന്താണെന്ന്. കേൾക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ.
അല്ലാണ്ട് ഇവിടെ വെറുതെ നിന്ന് കേട്ടാ പറഞ്ഞിട്ട് കാര്യമില്ല. പോവല്ലേ? എന്നാലും എനിക്ക് മനസ്സിലാവുന്നില്ല ഇവിടുന്ന്. അത് കണ്ട എന്റെ ഇവിടുത്തെ ഇത് പോയി, ഡാറ്റ നെറ്റ്വർക്കിലാണ് ഇപ്പോൾ ഓടുന്നത്. അതായത് സ്റ്റേബിൾ അല്ല, അത് ഇന്റർനെറ്റ് പോയി. സോറി, വൈഫൈ. നോക്കാം. എ മാൻ ഹു പെർസിസ്റ്റ് ഇൻ പ്രയർ ഫൈൻഡ്സ് ഹിംസെൽഫ് ഇൻ പൊസഷൻ ഓഫ് ഗ്രേറ്റ് ഗിഫ്റ്റ്സ്. അതെ, സ്ഥിരമായിട്ട് അതായത് തുടർന്നുകൊണ്ടിരിക്കുന്ന ആള്, പ്രാർത്ഥനയിൽ കൂടെ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് എന്ത് വേണു? അയാൾ എന്താണ് അയാൾ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ അയാൾ കണ്ടെത്തുന്നത് എന്താണ്? അയാൾ മനസ്സിലാകുന്നു, ഫൈൻഡ്സ് ഹിംസെൽഫ് ഇൻ പൊസഷൻ ഓഫ് ഗ്രേറ്റ് ഗിഫ്റ്റ്സ്. അയാൾക്ക് തന്നെ ധാരാളം എന്താ പറയുക, പ്രത്യേക രീതിയിലുള്ള ഗിഫ്റ്റുകൾ ലഭിച്ചതായിട്ട് അയാൾക്ക് മനസ്സിലാക്കുന്നു. അല്ലെങ്കിൽ അയാള് അതുകൊണ്ട് നമ്മൾ പറയൂല്ലേ, കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ്. അപ്പൊ നമുക്ക് എന്തൊക്കെ ഗിഫ്റ്റുകൾ കിട്ടി, എന്തൊക്കെ സമ്മാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കിട്ടി എന്നുള്ള അത് ധാരാളം കിട്ടിയെന്ന് അയാൾക്ക് തന്നെ മനസ്സിലാവുന്നു. When he has to deal with hard circumstances, he finds he can face them. അതെ, വലിയ വലിയ എന്താ പറയാ, ദുരന്തങ്ങളെ, അതുപോലത്തെ ദുരന്തമുഖങ്ങള്, അതുപോലത്തെ കഠിനമായ സാഹചര്യങ്ങളെയൊക്കെ, വളരെ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ഫേസ് ചെയ്യുമ്പോൾ അയാൾക്ക് മനസ്സിലാവുന്നു അയാൾക്ക് അതിനൊക്കെ നേരിടാൻ പറ്റുന്നുണ്ട്. പ്രാർത്ഥനയോടെ കിട്ടുന്ന ധൈര്യമാണ്, ഓക്കെ, ശക്തിയാണ്. ഹീ ക്യാൻ അക്സെപ്റ്റ് ഹിംസെൽഫ് ആൻഡ് ദ വേൾഡ് അറൌണ്ട് ഹിം. അതെ, അയാളെ അതുപോലെ ചുറ്റുമുള്ള ലോകത്തിനെയും അംഗീകരിക്കാൻ കഴിയുന്നു, സ്വീകരിക്കാൻ കഴിയുന്നു. അതാണ് കാര്യം. ഹീ ക്യാൻ ഡു ദിസ് ബിക്കോസ് ഹീ നൗ ആക്സെപ്റ്റ്സ് എ ഗോഡ് ഹു ഈസ് ഓൾ. എന്തുകൊണ്ട് അയാൾക്ക് ഇപ്പോൾ കഴിയുന്നത്? അയാളിപ്പോ ഒരു എന്താ പറയാ, സർവശക്തനായ, എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന സർവനിയന്താവായ ഒരു ദൈവത്തിലെ ഒരു ദൈവിക ശക്തിയെ അയാൾ സ്വീകരിച്ചു കഴിഞ്ഞു, അല്ലെങ്കിൽ അയാൾ അംഗീകരിക്കുന്നു, സ്വീകരിക്കുന്നു. അതാണ് കാര്യം. ആൻഡ് ഹു ലവ്സ് ഓൾ. അതും മാത്രമല്ല, ഹു ലവ്സ് ഓൾ, സർവശക്തനാണെന്ന് മാത്രമല്ല, അതിന്റെ കൂടെ സർവനിയന്താവാണെന്ന് മാത്രമല്ല, അതിന്റെ കൂടെ എല്ലാവരെയും സ്നേഹിക്കും കൂടി ചെയ്യുന്ന ഒരു വലിയ ഒരു ദൈവത്തിനെ അയാൾ ഉൾക്കൊള്ളുന്നു. ഓക്കെ. When he says, our Father who art in heaven, hallowed be thy name. ഇതൊരു ബൈബിളിക്കൽ ഇതൊരു ഇതാണ്. അതെന്താ പറയണമെന്നുണ്ടെങ്കിൽ, അതായത് എന്താണ്, സ്വർഗസ്ഥനായ പിതാവേ, അങ്ങയുടെ നാമം എന്താണ് പറയാ? ആരവിടെ ക്രിസ്ത്യൻ ഉള്ളത് പറയൂ. ജോസഫ് സാർ പറയൂ, അങ്ങയുടെ നാമം എന്താണ്? പ്രകീർത്തിക്കണമെന്ന്. പൂജിതമാകും. അതാണ് പറയുന്നത്. അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ നാമം പൂജിതം. അത് തന്നെ, അതാണ് കാര്യം. അപ്പൊ അങ്ങനെ അയാൾ പറയുമ്പോ he deeply and humbly means it. അത് വെറുതെ പറയുക മാത്രമല്ല, അയാള് ശരിക്കും ആഴത്തില് അയാളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ തന്നെ അയാള് അതിനെ ശരിക്കും അർത്ഥമാക്കുന്നുണ്ട്, മനസ്സിലാക്കിയിട്ട് അതിനെ അർത്ഥമാക്കുന്നുണ്ട്, വെറുതെ പറയല്ല. മനസ്സിലായി? When in good meditation and thus freed from the clamors of the world, he knows that he is in God's hands. അതെ, അതാണ് അനദർ. അതായത് ഈ ലോകത്തിന്റെ ഈ പല പ്രശ്നങ്ങളും, എന്താ പറയാ, ക്ലാമർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആകെ അലങ്കോലമായിട്ട് കിടക്കുന്ന കാര്യങ്ങളൊക്കെയാണ്. ലോകത്തെല്ലാം ചിന്നിച്ചെതറി കിടക്കുന്ന ഇങ്ങനത്തെ ഒരു അവസ്ഥ. when in good meditation and thus freed from the clamors of the world, അങ്ങനത്തെ അലങ്കോലമായിട്ട് കിടക്കുന്ന അവസ്ഥകളിൽ നിന്നൊക്കെ മോചിതനായിട്ട് നല്ല രീതിയിലുള്ള ഒരു മെഡിറ്റേഷനിൽ, ആ ഒരു ധ്യാനനിരതനായിരിക്കണം ആ ഒരു അവസ്ഥയില് he knows that he is in God's hands. അങ്ങനത്തെ ആ ഒരു അവസ്ഥയിൽ അയാൾക്ക് മനസ്സിലാവുന്നു, ഞാൻ ദൈവത്തിന്റെ കരങ്ങളിലാണ് ആ വ്യക്തി എന്നുള്ള അയാൾക്ക് മനസ്സിലാവുന്നു. that his own ultimate destiny is really secure. അതായത് ആത്യന്തികമായ അവസാനമായിട്ടുള്ള അയാളുടെ ആ വിധി, ആ എന്താ പറയാ, ഭാഗധേയം, അത് വളരെ അധികം സുരക്ഷിതമാണെന്ന് അയാൾക്ക് മനസ്സിലാവുന്നു. ഹിയർ ആൻഡ് ഹിയർ ആഫ്റ്റർ, ഇപ്പോൾ മാത്രമല്ല, ഇനി പിന്നീടും, നാളേക്കും, ഭാവിയിലേക്കും, കം വാട്ട് മേ, എന്ത് തന്നെ സംഭവിച്ചാലും. അപ്പൊ എന്ത് തന്നെ സംഭവിച്ചു കഴിഞ്ഞാലും
അവനവന്റെ സ്ഥിതി സുരക്ഷിതമാണെന്നുള്ള ആ ഒരു ബോധ്യം അയാൾക്ക് വരുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അതിന് ആ വിശ്വാസത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പൊ ആദ്യം റെബലിയനെ കുറിച്ച് പറഞ്ഞു, പിന്നെ വിശ്വാസത്തിനെ കുറിച്ച്, അക്സെപ്റ്റൻസിനെ കുറിച്ച്, സോറി, വിശ്വാസത്തിൽ കൂടുതലുള്ള അക്സെപ്റ്റൻസ്, വിശ്വാസത്തിനെ കുറിച്ച്. ഇത് ഇത്രേ ഉള്ളൂ. വളരെ ക്ലിയർ ആണ് കാര്യങ്ങൾ. ഇനി ഇതെന്താണ് ഇത് സൂചിപ്പിക്കുന്നത് നമുക്ക് നോക്കാം. എന്താണ് ജെയിംസ് ഭായി പറഞ്ഞിട്ടുണ്ടോ? ഒന്ന് അക്സെപ്റ്റൻസ് ആണ്, നമ്മൾ അംഗീകാരത്തോടെ സ്വീകരിക്കുക. പിന്നെ റിലയൻസ് ഓൺ ഹയർ പവർ, നമ്മൾ ആ ഹയർ പവറിൽ നമ്മൾ ആശ്രയിക്കല്. പിന്നെ പ്രേയർ, പ്രാർത്ഥന, സെറൻറ്റി, നമ്മുടെ പ്രശാന്തത. പിന്നെ ട്രബിൾ, അതിനുള്ള തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ടൈം ഈസ് അപ്പ്. അശോക, ഓ പറയൂ ജെയിംസ്. അതെ, ആദ്യത്തെ ആ റിബല്ലിയൻ എന്നുള്ള ആ പാരഗ്രാഫിലെ അതിലെ രണ്ടാമത്തെ സെന്റൻസ്, ഒക്കേഷണലി വി ഗോ ഈവൺ ഫർദർ ദാൻ ദിസ്. ഒരു മിനിറ്റ്, അത് ഇംഗ്ലീഷ് അല്ലോ വായിച്ചേ, മലയാളല്ലേ വായിച്ചേ? All of us pass through times when we can pray only with the greatest exertion. Occasionally, we go even further than this. അതെ, അത് നമ്മള് വളരെ ബുദ്ധിമുട്ടി പ്രാർത്ഥിക്കാൻ ശ്രമിക്കുന്നു. അതിനുശേഷം കാര്യങ്ങളൊന്നും സുഗമമായിട്ട് നടക്കുന്നില്ല, അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ വരെ പറ്റുന്നില്ല. അപ്പൊ അതൊരു ഈശ്വരൻ നിന്നയിലേക്ക് പോകുന്ന ഒരു എക്സ്റ്റൻഷനിലേക്ക് മാറോ? അങ്ങനെയാണോ അത്? അങ്ങനെയും ആവാം. കാരണം പ്രാർത്ഥിച്ചിട്ട് ഇതിന്റെ മലയാളം വായിച്ചത് കൂടി ഞാൻ നിൽക്കട്ടെ. എന്താണ് പറഞ്ഞിട്ടുണ്ട് നോക്കട്ടെ. എവിടെ 12 പറഞ്ഞിട്ടുള്ള കൂടി ഇന്ന് വായിക്കാം. വിശ്വാസമില്ലായ്മയിൽ ഈശ്വര സഹായത്തിൽ നിന്ന് മാർഗനിർദ്ദേശത്തിൽ നിന്നും തങ്ങൾ സ്വയം മുറിച്ചു മാറ്റി ചിന്തിക്കുന്നതിനാലോ പ്രാർത്ഥനയിൽ നിന്ന് ഞെട്ടിമാറുന്നവർക്ക് ഇതെല്ലാം പ്രോത്സാഹജനകമായ വാർത്തയാണ്. നമ്മളെല്ലാവരും ആരെയും ഒഴിവാക്കാനാവാത്ത രീതിയിൽ കഠിനമായ ഇച്ഛാശക്തി പ്രയോഗിച്ച് മാത്രം പ്രാർത്ഥിക്കാനാവുന്ന സമയങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട്. വല്ലപ്പോഴും ഞങ്ങൾ ഇതിനേക്കാൾ അപ്പുറവും പോകുന്നു. അങ്ങനെയാണ് ഇത് പറഞ്ഞത്. അതെന്തായിരിക്കാം ഈ അപ്പുറമുള്ള പോക്ക്? അതാണ് ഞാൻ നേരത്തെ ഉദ്ദേശിച്ചത്. ഞാൻ എൻ്റെ എൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ വന്നിട്ടുള്ളത് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞത്. ഇനിയിപ്പോ ജെയിംസ് ഇങ്ങനെ പറയുമ്പോൾ അതിനൊരു നെഗറ്റീവ് വേയില് ആണോ എന്നുള്ളത് അടുത്ത വരി ജെയിംസ് പറയുന്നതിന് സാധൂകരിക്കുന്നുണ്ട്. അതെ, ഇതിന്റെ അടുത്ത വരി എന്തറിയുമോ? അതിപ്പോ ജെയിംസ് പറയുന്നതിന് സാധൂകരിക്കുന്നുണ്ട്. ഞങ്ങൾ പ്രാർത്ഥിക്കുകയില്ല എന്ന അനാരോഗ്യകരമായ കലഹത്തിൽ നാം പ്രാർത്ഥിക്കാതെ ഇരിക്കും. അപ്പൊ ഈ പറയുന്നത് ഒന്നും കൂടി നോക്കാം എന്താണ്. All of us pass through times when we can pray only with the greatest exertion. വളരെ ബുദ്ധിമുട്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന അവസ്ഥ. കാരണം പ്രാർത്ഥിച്ച് പരിചയമില്ലാത്ത ആൾക്കാരാവുകൊണ്ട് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു ബുദ്ധിമുട്ടായിട്ട് നമ്മൾ കാണാറുണ്ട്. ഒക്കേഷണലി വി ഗോ ഈവൻ ഫർദർ ദാൻ ദിസ്. അതാണ് അവിടെ വാചകം അല്ലേ? വി ഗോ ഫർദർ ദാൻ ദിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കാം? ഇവിടെ പ്രാർത്ഥനയെ കുറിച്ചാണ് പറയുന്നത് അല്ലെ? പ്രാർത്ഥന ചെയ്യാതിരിക്കുന്നതിനെ കുറിച്ച് പിന്നീടുള്ള വരിയാണ് പറയുന്നത്. അപ്പൊ ഇവിടെ എങ്ങനെയായിരിക്കാം? All of us pass through times when we can pray only with the greatest exertion. അത് കഴിഞ്ഞിട്ട് ഒക്കേഷണലി വി ഗോ ഈവൻ ഫർദർ ദാൻ ദിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗ്രേറ്റസ്റ്റ് എക്സർഷന്റെയും അപ്പുറം പോയി എന്നല്ലേ ഉണ്ടാവുക? അറിയില്ല, ഞാനൊന്ന് ഡൗട്ട് വന്നോണ്ട് അത് ഉപേക്ഷിക്കുക. ഞാൻ എല്ലാവരോടും ചോദിക്കുന്നത്, ജെയിംസിനോട് മാത്രമല്ല. ഓക്കെ, അത് എല്ലാവരോടും ആയിട്ടാണ്. ആർക്ക് വേണമെന്നുണ്ടെങ്കിൽ എനിബഡിക്ക് എത്ര ലൈറ്റുണ്ട് അല്ലേ? 11 പട്ടിയാണ് ലേഖനം. അപ്പൊ അങ്ങനെ ആകാനാണ് സാധ്യത. എങ്ങനെ
എങ്ങനെ സാർ പറയൂ? ഹലോ, കേൾക്കാം കേട്ടോ. എന്നെ കേൾക്കാമോ? കേൾക്കാം. കേൾക്കാം. ജോസഫ് സാറിന് കേൾക്കുന്നില്ല? ജോസഫ് സാറ് ഒന്ന് പറയൂ എന്റേത് ജോസഫ് സാർ. ഇടയ്ക്ക് മൂട്ടായി പോകുന്നോണ്ടാന്ന് തോന്നുന്നു. അല്ല, ഞാൻ ആ പറഞ്ഞതേ നമ്മള് അതെയോ? ആ പ്രാർത്ഥനയെ നമ്മള് ഏറ്റവും സംഘർഷാവസ്ഥയിൽ നമ്മള് ഏറ്റവും തീവ്രമായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചാലും നമുക്കതിനൊരു ഫലം കിട്ടുന്നുണ്ടെങ്കിൽ അത് ഇല്ലെങ്കിൽ അതിനും അപ്പുറത്തേക്ക് നമ്മൾ ശ്രമിക്കുന്നു എന്നല്ലേ? അതാണ് ഞാൻ ആദ്യം ഉദ്ദേശിച്ചത്. ഞാൻ ഉദ്ദേശിച്ചത് എനിക്ക് എന്റെ ചില അനുഭവങ്ങൾ കൂടെ നമ്മൾ അത് വേറൊരു പോസിറ്റീവ് വേയിലാണ് ഞാൻ പറഞ്ഞത്. കുറച്ച് എക്സ്ട്രാ പോസിറ്റീവ് ആയോ എനിക്ക് സംശയം. ഞാൻ പറഞ്ഞതേ എന്റെ കാര്യം പറഞ്ഞത്, അതായത് ഞാൻ പറഞ്ഞത് എന്താണെന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടിട്ടാവും ചിലപ്പോൾ പ്രാർത്ഥിക്കുക. എന്നിട്ട് ചില സമയത്ത് നമ്മൾക്ക് ആ സാധാരണ ചെയ്യുന്ന പ്രാർത്ഥനയുടെ അതിൽ കൂടുതൽ ഓട്ടോമാറ്റിക് ആയിട്ട് വേറെ പലയിടത്തും പ്രാർത്ഥന വന്നിട്ട് ചെയ്യുന്നു എന്നുള്ള ഒരു ലെവലിലാണ് ഞാൻ പറഞ്ഞത്. അത് ശരിയാണോ എന്നുള്ള എനിക്ക് അറിയില്ല. എനിവേ അണ്ടർലൈൻ ചെയ്യൂ, നമുക്ക് പിന്നീട് കൺഫേം ചെയ്യാം. ഒന്ന് ഓർപ്പിച്ചാൽ മതി ജെയിംസ് കേട്ടോ. ജെയിംസ് ഒന്ന് ഓർപ്പിക്കണേ. ഓക്കെ, താങ്ക് യു. നമുക്ക് നോക്കാം, കൺഫേം ചെയ്യാം. യെസ്, നത്തിങ് ഷുഡ് ഗോ. എന്താ പറയാ, അങ്ങനെ വെറുതെ നമ്മുടെ അഭ്യൂഹങ്ങളിൽ നിൽക്കരുത്. അത് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാവുന്നവർക്ക് ചോദിച്ച് കൺഫേം ചെയ്യാം. ഓക്കെ, പിന്നെ എന്തെങ്കിലും ആർക്കെങ്കിലും പറയണ്ടോ? 11:10 ദൈവമേ. അപ്പൊ അടുത്ത വെള്ളിയാഴ്ച ഞാൻ ഉണ്ടാവില്ല കേട്ടോ, മിക്കവാറും ഉണ്ടാവില്ല എന്ന് കരുതുന്നു. ഞാൻ വേറെ യാത്ര കഴിഞ്ഞ് എത്തുമ്പോൾ ചിലപ്പോൾ ലേറ്റ് നൈറ്റ് ആവും, അറിയില്ല. ഒന്ന് കൺഫേം ചെയ്തോളൂ വൈകുന്നേരം ആകുമ്പോൾ ഞാൻ പറയാം. താങ്ക് യു കേട്ടോ. ഓക്കെ, ബൈ. ശരി, പേജ് ബൈ നമ്പർ എല്ലാവർക്കും. പേജ് പേജ് നമ്പർ നമ്പർ മാർക്ക് ചെയ്യൂ സീനു. 293 കഴിഞ്ഞു. 294 അടുത്ത ആഴ്ച. അപ്പൊ ഇനി ജോസഫ് സാറും ജെയിംസ് ചേട്ടനും സംസാരിക്കണം. 20 മിനിറ്റ് കൂടി ഉള്ളൂ. ആരും ചാടിപ്പോയി. ജെയിംസ് ചേട്ടൻ അല്ലെങ്കിൽ ജോസഫ് സാർ 20 മിനിറ്റ് നിങ്ങൾ സംസാരിച്ച് സഹായിക്കുക. ഓക്കെ. ഈ ഉറങ്ങണ സമയം അതിക്രമിച്ചു. ഞാൻ 10 മണിയാവുമ്പോൾ കിടക്കുന്ന ആളാ. ഇതുള്ള ദിവസങ്ങളിൽ മാത്രമാണ് ഇത്ര നേരം ഇരിക്കുന്നത്. ഉറക്കം വരും. ഓക്കെ, താങ്ക് യു. ജോസഫ് സാർ വാ. ജോസഫ് സാർ അതിനെ പറ്റിയൊക്കെ, പ്രാർത്ഥനയെ പറ്റിയൊക്കെ 20 മിനിറ്റ് സംസാരിക്കേ. പ്രിയപ്പെട്ടവരെ, അമിതമധ്യാസക്തനാണ്. ദൈവത്തിന്റെ അളവറ്റ കൃപ കൊണ്ടും മഹത്തായ കൂട്ടായ്മയുടെ തത്വങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുന്നതുകൊണ്ടും ഇന്നേ ദിവസം കുടിച്ചിട്ടില്ല. സീരിയസ്. ഹായ്. ഇപ്പൊ നമ്മുടെ ടു ദി പോയിന്റ് അല്ലെങ്കിൽ പോലും നമ്മുടെ ഗ്രൂപ്പിൽ നടന്ന ഒരു കാര്യത്തെ പറ്റി പ്രാർത്ഥനയുമായിട്ട് ചേർത്ത് ഒന്ന് പറയണമെന്ന് തോന്നി. ഈ സബ്ജക്റ്റുമായിട്ട് ഇന്ന് കൃത്യം കയറി വന്നപ്പോൾ അതൊരു ഇതായിട്ട് തോന്നി. ഇന്നലെ എവരുടെ ഗ്രൂപ്പിൽ ബിഗ് ബുക്ക് സ്റ്റഡി ആയിരുന്നു. ബില്ലിൻ്റെ കാഴ്ചപ്പാട്, എബി ബില്ലിൻ്റെ അടുത്ത് വരുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ 1.5 പേജ് ചർച്ച ചെയ്തു. സ്ഥിരം വന്നുകൊണ്ടിരുന്ന ഒരാളെ കണ്ടില്ല. അപ്പം അയാളില്ലല്ലോ, കാരണം അയാൾ ബുക്ക് കവറിലിട്ട് വരുന്ന ഒരു 6 മാസക്കാരന്. അപ്പോൾ അദ്ദേഹം വായിക്കാൻ കൂടുന്ന ആളാണ്, അദ്ദേഹത്തെ കണ്ടില്ല. അപ്പോൾ ഇന്ന് അദ്ദേഹം വന്നിട്ട് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഒരു റിലേറ്റീവ് മരിച്ചുപോയി. നമ്മുടെ ഇടുക്കിയുടെ ഒരു ഉയർന്ന ഏരിയയിലാണ്, 60-70 കിലോമീറ്റർ അകലെയാണ്. അപ്പം അയാൾക്ക് സമയത്ത് എത്താൻ പറ്റിയില്ല. അപ്പം അയാൾ പറഞ്ഞു ഇയാളുടെ ഒരു ജ്യേഷ്ഠൻ, വകയിലൊരു ജ്യേഷ്ഠൻ മരിച്ചു പോയതാണ്. അപ്പം അവിടെ ചെന്ന് അയാൾ ആ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി പോയി. അയാളും ഭാര്യയും കൂടെ ആണ് പോയത്. അപ്പം അവിടെ എല്ലാം മദ്യമായിരുന്നു. എല്ലാവരും, പ്രത്യേകിച്ച് ഹൈറേഞ്ച് മേഖല ആയതുകൊണ്ട്, ഓണം കൂടെ ആയതുകൊണ്ട് മദ്യത്തിൻ്റെ ഒരു കൂത്താട്ടമായിരുന്നു പുള്ളി പറഞ്ഞത്. അതൊക്കെയായാലും പുള്ളിയെ പലരും നിർബന്ധിച്ചെങ്കിലും പുള്ളി അതിന് വഴങ്ങിയില്ല. പുള്ളി പറഞ്ഞു എൻ്റെ ഭാര്യ എൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നതുകൊണ്ട് എനിക്കത് എളുപ്പമായി എന്ന് പറഞ്ഞു. എന്നിട്ട് പുള്ളി പറഞ്ഞ കാര്യമാണ്, ഞാൻ
ഈ ചടങ്ങിലൊക്കെ പങ്കെടുത്ത് അവസാനം പ്രാർത്ഥനയൊക്കെ ചൊല്ലി കഴിഞ്ഞപ്പം ഞാൻ അവിടെ നിന്ന് നമ്മുടെ പ്രശാന്തിയുടെ പ്രാർത്ഥന ഞാൻ ചൊല്ലി എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അതങ്ങനെ പറഞ്ഞു. അപ്പോൾ പിന്നോട്ട് അപ്പോൾ അത് കഴിഞ്ഞു, അത് അയാളുടെ ഷെയറിങ് കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ പിന്നിലൊരു ചരിത്രമുണ്ട്. ഇയാൾ വന്നൊരു 2 മാസത്തോളം ആയപ്പം ഇദ്ദേഹത്തിന് ഒരു പ്രതിസന്ധി വന്നു. ഇദ്ദേഹം ഒരു പ്ലംബർ വയറിംഗ് ഒക്കെ നടത്തുന്നതാണ്. ഇയാളുടെ കൂടുതലുള്ള ഒരാൾക്ക് ഒരു പരിക്ക് പറ്റി, കാലെ കട്ടർ വീഴുകയാണ്ട് ചെയ്തു. ഇയാൾ എടുത്ത് ആശുപത്രി കൊണ്ടുപോയി. ഈ ബ്ലഡും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇയാൾക്ക് വല്ലാത്ത ഡിപ്രഷനോ വല്ലായ്മയൊക്കെ. അയാൾക്ക് കുടിക്കാനാണ് തോന്നിയത്. പക്ഷെ അയാൾ കുടിച്ചില്ല. അതിന് പകരം അയാൾ ചെയ്ത ഒരു പരിപാടി, വന്ന ഉടനെയാണല്ലോ, ഡീഅഡിക്ഷൻ കഴിഞ്ഞ് വന്നതാണ്, എന്നാലും അയാളൊരു പണി ചെയ്തു. ഇയാളൊരു 10-30 പ്രാവശ്യം നമ്മുടെ പ്രശാന്തതയുടെ പ്രാർത്ഥന അയാൾ എഴുതി. നമ്മളിത് കേൾക്കാവോ? കേൾക്കാവോ? കേൾക്കാം. കേൾക്കുന്നുണ്ട് മാഷ, കേൾക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഇയാൾ ഇത് എഴുതി. എന്നിട്ട് അയാള് അന്ന് അയാൾ മീറ്റിംഗ് വന്നിട്ട് പറഞ്ഞു, ഞാൻ ഇതിൽ നിന്ന്, അപ്പം സ്വാഭാവികമായിട്ട് നമ്മൾ ചോദിക്കും, ഇപ്പൊ എന്നാ പിന്നെ ആരെങ്കിലും ഒന്ന് വിളിക്കാൻ മേലായിരുന്നോ? പുള്ളി പറഞ്ഞു, ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ആരെയും വിളിക്കാൻ നമ്പരും ഇല്ല. ഇയാൾ വന്ന ഇടയ്ക്കാണ്, ഇയാൾക്ക് ആരുടെയും നമ്പരും ഒന്നുമില്ല. ഇയാൾ എടുത്ത് ഉപയോഗിച്ചൊരു ഒരു ടൂള് ഈ പ്രാർത്ഥന എഴുതി അതിൽ നിന്ന് അയാൾ രക്ഷപ്പെട്ട കാര്യം കൂടെ അത് ഇന്ന് പറഞ്ഞില്ലെങ്കിലും ഇത് രണ്ടും കേട്ട എന്നെ സംബന്ധിച്ച് അയാളുടെ ഈ പ്രാർത്ഥന നമ്മൾ എവിടെ ഉപയോഗിക്കുന്നു, എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതിനെ പറ്റി വലിയൊരു ഉൾക്കാഴ്ച കിട്ടിയത്. പ്രാർത്ഥനയെ പറ്റി പറഞ്ഞപ്പോൾ ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അടുത്ത ഒരു ഊഴം വന്നപ്പം ഗ്രൂപ്പിൽ തന്നെയുള്ള ഒരു 5-5.5 വർഷം 6 വർഷത്തോളം ആകുന്നവരാണ്. കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ ഓണത്തിന് 2 വർഷം മുമ്പ് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ചേർത്തയെ കെട്ടിയവൻ സൂയിസൈഡ് ചെയ്തു. അപ്പം അയാൾ ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട ആളാണ്, ഈ മരിച്ചയാൾ. ഈ നമ്മുടെ ഏകാരം ഹിന്ദുവാണ്. ജാതി പറയല്ലോ കേട്ടോ, അതിനൊരു ബന്ധവും ഇവിടെ ഇല്ല. ഏതായാലും ഞങ്ങൾ രണ്ടുപേര് ഈ മരിച്ച ആളുടെ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി പോയി. ഞങ്ങൾ ഈ ലോർഡ്സ് പ്രെയർ ഒക്കെ കൂട്ടിയുള്ള അതൊക്കെ ഞങ്ങൾ രണ്ടുപേര്, അദ്ദേഹത്തിന് ഞങ്ങളുടെ ബന്ധുവിന് അനിയനേക്കാളും അതൊന്നും അറിയില്ല, അദ്ദേഹം ഹിന്ദു വിശ്വാസിയാണ്. ഏതായാലും അദ്ദേഹം അവിടെ മാറി നിന്നു, അത്രേ ഉള്ളൂ അദ്ദേഹത്തിന്. ഇവർ പോയി കഴിഞ്ഞപ്പം പിന്നെ ഞങ്ങൾ 3 പേരുടെ അവിടെ നിന്ന് ഈ നമ്മുടെ പ്രശാന്തതയുടെ പ്രാർത്ഥന ചൊല്ലി ഞങ്ങൾ പിരിഞ്ഞു എന്ന് പറയും. അപ്പം ഇന്നത് അദ്ദേഹം ഷെയർ ചെയ്തു, ഈ 5 വർഷക്കാരൻ ഷെയർ ചെയ്തു. ഞങ്ങളിങ്ങനെ എൻ്റെ ചേട്ടൻ ആത്മഹത്യ ചെയ്തപ്പം രാമൂരത്താണ്, രാമപുരം പള്ളിയുടെ സെമിത്തേരിയിൽ നിന്ന് പ്രശാന്തതയുടെ പ്രാർത്ഥന ചൊല്ലിയ കാര്യം അയാൾ ഇന്ന് ഷെയർ ചെയ്തു. അപ്പം ഞാൻ പറയാൻ ശ്രമിച്ച കാര്യം, ഈ പ്രാർത്ഥന നമുക്ക് വല്ലാത്തൊരു ഊർജം, അല്ലെങ്കിൽ ഒരു പ്രാർത്ഥന തന്നെ ഈ 3 കാര്യങ്ങൾ കൊണ്ട് ഒരു ഓർമ്മപ്പെടുത്തലായി മാറി എന്നുള്ളതാണ്. ഏതൊക്കെയായാലും ആൽക്കഹോളിക്സ് അനോണിമസിൽ വന്ന് പെടുന്ന ഓരോ വ്യക്തിയും ആദ്യമായിട്ട് തുടങ്ങുന്നത് ദൈവമേ എന്നുള്ള പ്രാർത്ഥന തന്നെയാണല്ലോ. പിന്നീടല്ലേ ദൈവം നമുക്ക്, നമ്മുടെ ധാരണയിലുള്ള ദൈവത്തെ നമുക്ക് കണ്ടെത്താമെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് പിന്നീടാണല്ലോ. ഏതായാലും പ്രാർത്ഥന വലിയൊരു ടൂളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നു. അത് ഞാൻ വന്ന അധികം കാലം കഴിയാതെ തന്നെ എനിക്ക് ഈ മറ്റ് മതപരമായ പ്രാർത്ഥനയിൽ വലിയ വിശ്വാസം അന്നും ഇന്നും കുറവാണ്. ഞാനപ്പം എവിടെ ഇതുപോലെയുള്ള ചടങ്ങുകളിൽ പ്രത്യേകിച്ച് ബോഡിയുടെ അടുത്ത് നിൽക്കുമ്പം ഞാനിത് ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി പോകാറില്ല. അവിടെ ചെന്നാൽ കണ്ണടച്ച് നിന്നുകൊണ്ട് ഈ പ്രാർത്ഥന ഞാൻ ചെല്ലാറുണ്ട്.
ചെല്ലുമ്പോൾ ഞാൻ അവസാനം ഒരു കാര്യം കൂടെ എൻ്റെ മനസ്സിലൂടെ കടന്നു പോകും. ഈ മരണം കൊണ്ട് ഈ കുടുംബത്തിലുള്ള എല്ലാവർക്കും ഒരു മേന്മയുള്ള ജീവിതം അത് ഉണ്ടാകാൻ സർവേശ്വര അനുഗ്രഹിക്കണമേ, അവർക്കൊരു നന്മ വരുത്തണമേ എന്നുള്ള ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർത്ത് പോരാറുണ്ട്. ഇതൊക്കെ ഇന്ന് നമ്മുടെ പ്രാർത്ഥനയെ പറ്റി പറഞ്ഞപ്പം തോന്നിയ കാര്യങ്ങളാണ്. പ്രാർത്ഥനയെ പറ്റി ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് ഇന്നത്തെ നമ്മുടെ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി പറയാൻ തോന്നുന്നത്. ഏതായാലും ഇനി ഒരു 11 മിനിറ്റ് കൂടെ ഉള്ളൂ. അത് നമുക്ക് എല്ലാവർക്കും കൂടെ പങ്കുവെക്കാം. അല്ലേ? അതുപോലെ കഴിഞ്ഞ ദിവസത്തെ പോലെ ആരും ഇല്ലാതെ വരല്ലേ. ഏതായാലും എല്ലാവർക്കും സുബോധം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സാറേ, താങ്ക് യു സോ മച്ച്. സുഹൃത്തുക്കളെ, നമുക്ക് സാർ പറഞ്ഞ പോലെ ഒരു 11 മിനിറ്റും കൂടി ഉണ്ട്. ബിപിൻ സാർ ഒന്ന് ആർക്കെങ്കിലും സംസാരിച്ചു. ബിപിൻ സാറേ, ബിപിൻ സാർ ഫ്രീ ആണോ? ബിപിൻ കാനഡ. ബാക്കിയുള്ളവരെല്ലാം നൈറ്റാ. ജോയ്സോ ആരെങ്കിലും സംസാരിക്കും? ജോയ് ചേട്ടനുണ്ട്. ജോയ് ചേട്ടൻ പ്രാർത്ഥനയെ കുറിച്ച് പറയും. ജോയ് ചേട്ടാ പ്രാർത്ഥനയെ കുറിച്ച് പറയൂ. ഞാൻ ഡോക്ടർ ക്ലിനിക്കിൽ അപ്പോയിന്റ്മെന്റ് ഇല്ല, കേട്ടോണ്ടിരിക്കും. അടിപൊളി. ഇക്കയ്ക്ക് ഗലീലയ്ക്കോ തിരക്കിലാണോ? എല്ലിക്ക അടിയിലേക്കൊക്കെ തലയാണെ കിടക്കുമായിരിക്കും. ഇനി രാവിലെ എണീക്കുള്ളൂ, രാവിലെ മിണ്ടത്തുള്ളൂ. ഗലീലയ്ക്ക് കുറെ നാളായി ഒച്ച കേട്ടിട്ട്. ബിപിൻ ഫ്രീ ആണോ? ജോസഫ് സാറ് വന്ന് സംസാരിക്കേണ്ടി വരും സാറേ. ഞാൻ ഡ്യൂട്ടിയില്ല സാറേ, അതുകൊണ്ടേ ഇന്ന് കേസ് പിടിക്കാൻ പറ്റില്ല. ഇന്നലെ ഞാൻ കേസ് പിടിച്ച ഒരു കണക്കിനാ തീർത്തെ. ഇന്നലെ 2-3 ആൾക്കാർ ഇറങ്ങിപ്പോയി. ഞാൻ എന്റെ പല്ല് എടുത്തതായിരുന്നു, അപ്പൊ അതിന്റെ ഇതില്ല. ഫീലിങ്സിലിരിക്കുക. ഓക്കെ ഓക്കെ. 5 പൈസ കിട്ടിയില്ല, അങ്ങോട്ട് കൊടുത്തു ഒരു പല്ലെടുത്ത്. പ്രാർത്ഥനയെ കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും? വേഗം വേഗം വരൂ. രതീഷ് മുട്ടൻ രതീഷ്, കമാ. പേര് രതീഷ് ഭായി ഒന്നും വിളിക്കാത്ത പറയല്ല. രതീഷ് ഭായി ഒന്നും പറയാനില്ല. ഒന്നുമില്ല ശിവേട്ടാ, ഈ പ്രാർത്ഥനയെ കുറിച്ച് ഒന്നും ഓണത്തിന്റെ ഹാങ് ഓവറാ. അല്ലല്ല. ഓണത്തിന്റെ പ്രാർത്ഥനയെ ഹാങ് കുറിച്ച് തന്നെ ഓവറിലാണ്. എന്തെങ്കിലും പറ. ചുമ്മാ മിണ്ടാണ്ട് നമ്മള് മെഡിറ്റേഷൻ നടത്തിയിട്ട് കാര്യമില്ലല്ലോ. ഗ്രൂപ്പിൽ വന്നിട്ട് എന്തെങ്കിലും പറയടാ. കുടുംബജീവിതം ടൂവയുടെ പാർട്ണർഷിപ്പ് എന്ന് പറഞ്ഞ് കുടുംബജീവിതത്തെ പറ്റി കൃത്യമായിട്ട് അശോകേട്ടൻ പറഞ്ഞിട്ട് പോയല്ലോ. അതേപ്പറ്റി പറയാം. കിട്ടുന്നില്ല, അതാ. പ്രാർത്ഥന പറ്റില്ല, ഈ കുടുംബജീവിതത്തെ പറ്റി പറഞ്ഞു അല്ലേ സാറേ? പ്രാർത്ഥനയെ കുറിച്ച് പറയുമ്പോ പ്രിയമുള്ളവരെ, ഞാനൊരു മദ്യാസക്തൻ. ദൈവാനുഗ്രഹത്താലും കൂട്ടായ്മയിൽ സഞ്ചരിക്കുന്നുണ്ടെന്ന് ഇന്ന ദിവസം മദ്യപിച്ചില്ല. എന്റെ പേര് രതീഷ്. എല്ലാവർക്കും ഒരു ബിഗ് ഹായ്. രതീഷ് ഭായി എനിക്ക് എന്റെ അനുഭവത്തിൽ പ്രാർത്ഥന ഒരു ഗുണം ചെയ്തതല്ലാണ്ട് അതിനെ കുറിച്ചിട്ടുള്ള വലിയ ധാരണ ഒന്നുമില്ല. എന്ന് വെച്ചാൽ ആ ഡൈവേഴ്സ് എല്ലാം ആയിട്ട് അവളെ കുറിച്ചുള്ള ചിന്ത വരുമ്പോൾ ഞാൻ ഈ സ്പോൺസറിലായിട്ട് ഈ കാര്യങ്ങൾ പങ്കുവെക്കുമ്പോൾ എന്നോട് പറഞ്ഞ്, ഈ പ്രശാന്ത പ്രാർത്ഥനയെ കുറിച്ച് നീ എന്താണ് ഉദ്ദേശിക്കുന്നത് ചോദിച്ചാൽ എന്നോട്. ഞാൻ പറഞ്ഞ ഒന്നുമില്ല, നമ്മൾ മീറ്റിംഗ് തുടങ്ങുമ്പം ഇങ്ങനെ പറയാനുള്ളതല്ലേ എന്ന് പറഞ്ഞു എന്നോട്. അപ്പൊ എനിക്ക് ഈ എൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാട്സപ്പിൽ ഒരു മെസ്സേജ് അയക്കാൻ തോന്നല്, അല്ലെങ്കിൽ ഫേസ്ബുക്കിലേക്ക് കൂടി എന്തെങ്കിലും ഒരു മെസ്സേജ് അയക്കാൻ തോന്നില്ല. ഡൈവേഴ്സായി 4 വർഷം കഴിഞ്ഞ്. പക്ഷെ ഞാൻ 3 വർഷമായി കൂട്ടായ്മയിൽ. ഇപ്പോൾ 2 വർഷമായിട്ട് എനിക്ക് തുടങ്ങുന്ന സംഭവമാണ്. ഞാൻ ക്ലിയർ ആയി. അപ്പോൾ ഈ പ്രാർത്ഥനയെ കുറിച്ച് വലിയ ധാരണയില്ല. പക്ഷെ ഇത്തരം ചിന്തകൾ വരുമ്പോൾ എന്നോട് പറഞ്ഞ രീതിയിൽ ഈ പ്രശാന്ത പ്രാർത്ഥന ഏറ്റെടുത്തതിന് ശേഷം, അതിനുശേഷം ഞാൻ ശിവനെയും വിഷ്ണുവിനെയും അയ്യപ്പനെല്ലാം വിളിക്കല്, ഭഗവാൻ എൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ ശരിയാക്കി തരുന്നതിന്. പക്ഷെ ഈ പ്രശാന്ത പ്രാർത്ഥന ചൊല്ലുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന വൈകല്യങ്ങൾ എനിക്ക് മാറ്റാൻ പറ്റുന്നതിന് മാറ്റാനുള്ള ശക്തി എനിക്ക് കിട്ടുന്നുണ്ട്. അത് കണക്ക് തന്നെ ഈ മാറ്റാൻ പറ്റാത്തവയെ സ്വീകരിക്കാനുള്ള ഒരു മനസ്സും. എന്ന് വെച്ചാൽ ഇതെനിക്ക് മാറ്റാൻ പറ്റൂല, ഈ ചിന്താഗതി
എനിക്ക് മാറ്റാൻ കഴിയല്ലാണ്ട് അവളെ എനിക്ക് നേരാക്കി കൊണ്ടുവരാനൊന്നും കഴിയില്ല. അതങ്ങനെ തന്നെയാണെന്നുള്ളൊരു തോന്നല്. അത് കണക്ക് തന്നെ അവരുടെ കുടുംബക്കാരായിട്ടുണ്ടായ പ്രശ്നങ്ങൾ, അതങ്ങനെ കൂട്ടായ്മയിലേക്ക് പോകുമ്പോണ്ടാകുന്ന ചില മടികൾ, അതിനെ കുറിച്ചെല്ലാം ഉണ്ടാകുന്ന ഒരു ധാരണയാണ് എനിക്ക് ഈ പ്രാർത്ഥനയെ കുറിച്ചിട്ട്. അതല്ലേ അറിയൂ. അപ്പൊ എന്ന് വെച്ചാല് പ്രാർത്ഥന അങ്ങനെയാ ഞാൻ വിശദീകരിച്ച് കാണുന്നതെന്ന് വെച്ചാൽ എൻ്റെ ഒറ്റ ധാരണയിൽ കൂടിയല്ല, സ്പോൺസർ ആയിട്ടുള്ള സഹായത്തിലേക്ക് കൂടിയിട്ട് ഞാൻ വിലയിരുത്തുമ്പോൾ പിന്നെ ഞാൻ ഈ പ്രാർത്ഥന തന്നെയാണ്. ഞാൻ സാധാരണ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ പ്രാർത്ഥന കഴിഞ്ഞാൽ പുറത്തിറങ്ങിയിട്ട് ഞാൻ ഈ പ്രശാന്ത പ്രാർത്ഥന ഒന്ന് പറയും. വീട്ടിലാരും വിളക്ക് വെച്ച് കഴിഞ്ഞാൽ എല്ലാം എൻ്റെ പ്രാർത്ഥനയും ചന്ദനത്തിരി കർപ്പൂരെല്ലാം കത്തിച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് ഈ പ്രശാന്ത പ്രാർത്ഥന ഞാൻ ഉൾപ്പെടുത്തും. ഇത് ചെയ്തിട്ട് ഇപ്പൊ ഒരു 1.5 വർഷമായിട്ട് പ്രശാന്ത പ്രാർത്ഥന എല്ലാം ഞാൻ ഉൾപ്പെടുത്തലുണ്ട് എന്നുള്ളത് സത്യമാണ്. എന്ന് വെച്ചാൽ അതെനിക്കൊരു സമാധാനം, ശാന്തി, സന്തോഷം തരുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതാണ് എൻ്റെ ഒരു അനുഭവം. പിന്നെ അതിനെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും എനിക്ക് പറയാനും വിശദീകരിക്കാനൊന്നും അറിയില്ല. അതാണ്. ശ്രീനേട്ടാ, താങ്ക് യു. ശിവേട്ടാ, ഓക്കെ. താങ്ക് യു രതീഷ് ഭായ്, താങ്ക് യു സോ മച്ച്. അടുത്ത നമുക്കൊരു 6 മിനിറ്റ് കൂടി ഉണ്ട്. പ്രശാന്തിയുടെ പ്രാർത്ഥനയെ കുറിച്ച് ഒരു 2 വാക്ക് ആരെങ്കിലും ഷെയർ ചെയ്യൂ പ്ലീസ്. എല്ലാരും തിരക്കിലാണ്. ഈ സുബിൻ വർഗീസ് സംസാരിക്കാവോ? പുതിയ ആളാണോ? മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹലോ സുഹൃത്തുക്കളെ, ഹലോ ഞാനൊരു ഞാൻ ഞാൻ ഇതില് പുതിയ ആളാണ്. അതുകൊണ്ട് എനിക്ക് ഇതിനെ ഈ പ്രശാന്ത അജീഷ് പ്രാർത്ഥനയൊക്കെ ചേട്ടൻ. ഞാൻ പഠിച്ചു വരുന്നുള്ളൂ. ഞാനൊരു അമിത മദ്യാസക്തനാണ്. കൂട്ടായ്മയിൽ ചേർന്നിട്ട് ഒരാഴ്ച ആയിട്ടുള്ളൂ. അപ്പോ പ്രാർത്ഥനയൊക്കെ ഞാൻ അങ്ങനെ ഫോളോ ചെയ്യുന്നുണ്ട്. എന്റെ പേര് ഫോൺ അജീഷ് നമ്പർ എന്നാണ്. ഒന്ന് ചാറ്റ് ഞാൻ ബോക്സിൽ ഇടണേ. UAE-ലാണ്. ഓക്കെ. എടാ, അപ്പോ ഇതിനെ കുറിച്ച് ഞാൻ അങ്ങനെ പഠിച്ചു വരുന്നുള്ളൂ. ഞാന് വേറെ ഗ്രൂപ്പിൽ കയറാറുണ്ട്. അപ്പൊ ഇന്ന് ഇങ്ങനെ ഗ്രൂപ്പിൽ വന്നപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് അതിൽ കയറുന്നത്. പ്രാർത്ഥന ഒക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ ഇത് ഈ പ്രശാന്ത പ്രാർത്ഥന അങ്ങനെയുള്ള കാര്യങ്ങളും 18-ാം പടി ഇതൊക്കെ ഞാൻ ഇങ്ങനെ ഇവരൊക്കെ ഇങ്ങനെ എനിക്ക് ഇത് വിട്ടുന്നുണ്ടായിരുന്നു മെസ്സേജ് വഴി. അപ്പൊ ഞാനൊക്കെ ഇങ്ങനെ പ്രിന്റ് അടിച്ചു കൊടുത്തിരിക്കുകയാണ്. അതൊക്കെ ഇങ്ങനെ പഠിച്ചു വരുന്നുള്ളൂ. അതാണ് എനിക്കൊന്നും പറയാറ്. ഞങ്ങൾ പറയണതൊക്കെ ഇങ്ങനെ കേൾക്കുകയായിരുന്നു ഇരുന്നിട്ട്. അങ്ങനെ അമിതമായ മദ്യപാനായിരുന്നു കാരണം. അതുകൊണ്ടാണ് പല ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ നോക്കി, ഒരു രക്ഷയില്ല. അവസാനമാണ് ഈ കൂട്ടായ്മ വഴി ഇപ്പൊ കുറച്ചായി, ഒരു 8-10 ദിവസമായിട്ടുള്ളൂ മദ്യപാനം നിർത്തിയിട്ട്. അതിന്റെ വിഡ്രോവലും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോവുമായിരുന്നു. ഇപ്പൊ എന്തായാലും നല്ലൊരു ആശ്വാസം ഉണ്ട്. കഴിയുന്നത് എല്ലാ മീറ്റിങ്ങിലും ഞാൻ കയറാൻ നോക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ. എനിക്ക് ഇതില് പ്രത്യേകിച്ച് ഇങ്ങനെ പറയാനൊന്നും അറിയില്ല. അതുകൊണ്ടാണ്. എന്തായാലും താങ്ക് യു കേട്ടോ. താങ്ക് യു അജീഷ് ചേട്ടാ, താങ്ക് യു സോ മച്ച്. എല്ലാ ദിവസവും 10 മണിക്ക് നമ്മുടെ മീറ്റിംഗ് ഉണ്ട്, കയറാൻ ശ്രമിക്കുക. എല്ലാ ദിവസവും 10 മണിക്ക്. ഓക്കെ. ഫോൺ നമ്പർ ഒന്ന് ചാറ്റ് ബോക്സിൽ ഇട്ടേക്ക്. ഓക്കെ. ഞാൻ ഫോൺ നമ്പർ ഇടാം. ഓക്കെ. താങ്ക് യു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഹലോ കേൾക്കുന്നുണ്ടോ? അച്യുതേട്ടാ പറയൂ, കേൾക്കാം. അമിത മദ്യാസക്തൻ ദൈവാനുഗ്രഹത്താലും മഹത്തായ കൂട്ടായ്മയുടെ സഹായത്താൽ ഇന്ന് മദ്യപിച്ചിട്ടില്ല. അച്യുതൻ, പാലക്കാട്. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി ആശംസിക്കുന്നു. അപ്പോ പ്രാർത്ഥനയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ ഒരുപാട് പ്രാർത്ഥനകളിലും ഒരുപാട് ദൈവങ്ങളിലും ഒക്കെ വിശ്വസിച്ച ഒരു വ്യക്തിയാണ്. ആ വിശ്വാസങ്ങളൊക്കെ എന്നെ പരാജയപ്പെടുത്തിയിട്ടേ ഉള്ളൂ. പക്ഷേ ഏത് വന്നതിന് ശേഷം നമുക്കുണ്ടായിട്ടുള്ള ഈ ഒരു പ്രശാന്ത പ്രാർത്ഥന, അത് വീണ്ടും ചൊല്ലുവാനൊക്കെ ഞാൻ നിർബന്ധിതനാവാറുണ്ട് ചില സമയത്ത്. അപ്പൊ അതിനെ പരമാവധി ഈ ഒരു ജീവിതത്തിന്റെ തന്നെ ഒരു ഭാഗമാക്കി മാറ്റാൻ ഈ പ്രാർത്ഥനയെ സാധിക്കുന്നുണ്ട്. അതുപോലെ രാവിലെ ഞാൻ കടയിലൊക്കെ പോയി വിളക്ക് വയ്ക്കുമ്പോഴും ഇന്നിപ്പോ ചെല്ലുന്നത് ഈ പ്രാർത്ഥനയാണ്.
എനിക്ക് ദൈവത്തിലൊന്നും ഒരു വിശ്വാസമില്ല. ഏതോ ഒരു ലോകത്തെ ഏതോ ഒരു വലിയ ശക്തിയുണ്ട്, അത്രയും ഞാൻ വിശ്വസിക്കുന്നുള്ളൂ. ഒരു കാലത്തൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ആ വിശ്വാസമൊക്കെ ദൈവം തന്നെ നഷ്ടപ്പെടുത്തി കളഞ്ഞു. ഇന്നിപ്പോ കൂട്ടായ്മയിൽ വന്നപ്പോഴാണ് ദൈവമേ എന്ന് വിളിക്കാനും ഈ പ്രശാന്ത പ്രാർത്ഥനയൊക്കെ ഒന്ന് ചെല്ലാനൊക്കെ സാധിക്കുന്നുണ്ട്. അത് വളരെ ശ്രദ്ധയോടെ അതിനെപ്പറ്റി പഠിച്ചിട്ട് ഒക്കെ ചെയ്തിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ ആ വിളക്ക് വയ്ക്കുമ്പോൾ ആ പ്രാർത്ഥനയൊക്കെ ചൊല്ലി ഓരോ ദിവസവും ആരംഭിക്കുന്നുണ്ട്. അപ്പൊ അതിൽ വലിയ മോശങ്ങളൊന്നും ഉണ്ടാവാറില്ല. അപ്പൊ അതിലെനിക്കൊരു വിശ്വാസം വന്നിട്ടുണ്ട്. ആ പ്രാർത്ഥനയെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ ഓരോ ദിവസവും മുന്നോട്ട് പോവുക. പ്രാർത്ഥനയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട് ജീവിതത്തിൽ. അത് മനസ്സിലാക്കാനൊക്കെ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ കൂട്ടായ്മയിൽ വന്നപ്പോൾ ഈ പ്രാർത്ഥനയും ആ ദൈവമേ എന്നുള്ള വിളികളും ഒക്കെ തന്നെയാണ് എന്നെ നിരന്തരമായി കൂട്ടായ്മയിൽ പിടിച്ചു നിൽക്കാനൊക്കെ സഹായിച്ചത്. അപ്പൊ അതിന് ഒരുപാട് സുഹൃത്തുക്കളുടെ പ്രേരണ ഉണ്ടായിട്ടുണ്ട്. അവരോടൊക്കെ നന്ദിയുള്ളവനായി ജീവിക്കാൻ ശ്രമിക്കുന്നു. ഈ പ്രാർത്ഥനയിൽ കൂടെ മുന്നോട്ട് പോകാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി ശുഭേട്ടാ. താങ്ക് യു അച്യുതേട്ടാ, താങ്ക് യു സോ മച്ച്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ മീറ്റിംഗിന്റെ സമയം ഏതാണ്ട് അടുത്തിരിക്കുകയാണ്. ഇനി ഒരു മിനിറ്റും കൂടി ഉള്ളൂ. ആർക്കെങ്കിലും എന്തെങ്കിലും നമ്മുടെ പ്രാർത്ഥനയെ കുറിച്ച് രണ്ടു വാക്ക് പറയാനുണ്ടെങ്കിൽ നമുക്ക് വെയിറ്റ് ചെയ്യാം, അതല്ലെങ്കിൽ നമുക്ക് മീറ്റിംഗ് ക്ലോസ് ചെയ്യാവുന്നതാണ്. എല്ലാവരും അഭിപ്രായം. സുഹൃത്തുക്കളെ, നമ്പർ ഉണ്ടല്ലോ. ഓക്കെ, സുഹൃത്തുക്കളെ, നമുക്ക് മീറ്റിംഗ് ക്ലോസ് ചെയ്യാം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ന് മീറ്റിങ്ങിന് എത്തിച്ചേർന്ന എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് മീറ്റിംഗ് അവസാനിപ്പിക്കുകയാണ്. തന്നെയല്ല, ഇന്ന് ഷെയർ ചെയ്ത എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. മീറ്റിംഗ് അവസാനിപ്പിച്ച് എയുടെ വാഗ്ദാനങ്ങൾ വായിക്കുകയാണ്. എയുടെ വാഗ്ദാനങ്ങൾ: നമ്മുടെ പുരോഗതിയിലെ ഈ ഘട്ടത്തിൽ നാം കഠിനാധ്വാനത്തിന് തയ്യാറാണെങ്കിൽ പകുതി വഴി ചെല്ലുന്നതിന് മുൻപ് തന്നെ നാം അത്ഭുതപരന്തരാകും. ഒരു പുതിയ സ്വാതന്ത്ര്യവും സന്തോഷവും നാം അറിയാൻ പോവുകയാണ്. കഴിഞ്ഞ കാലത്തെ ഓർത്ത് നാം ഖേദിക്കുകയോ അതിന്റെ നേരെ വാതിൽ കുത്തിയിടിക്കുകയില്ല. പ്രശാന്തി എന്ന വാക്കിന്റെ അർത്ഥം നന്നായി ഗ്രഹിക്കുകയും സമാധാനമെന്ന് നാം അറിയുകയും ചെയ്യും. നാം എത്രമേൽ താഴോട്ട് പോയിട്ടുണ്ടെന്നൊരു പ്രശ്നമല്ല, നമ്മുടെ അനുഭവങ്ങൾ എങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രയോജനപ്പെടുത്താം എന്ന് നാം കാണുന്നു. ഒന്നിനും കൊള്ളാത്തവരാണ് നാം എന്ന ധാരണയും സ്വയം സഹതാപവും അപ്രത്യക്ഷമാകുന്നു. സ്വാർത്ഥ കാര്യങ്ങളിലുള്ള നമ്മുടെ താല്പര്യം നഷ്ടപ്പെടുകയും നമ്മുടെ സഹജീവികളുള്ള സ്നേഹം വർദ്ധിക്കുകയും ചെയ്യുന്നു. ഭാഗ്യാന്വേഷണ പ്രവണത നമ്മിൽ നിന്നകലും. ജീവിതത്തിലുള്ള നമ്മുടെ മനോഭാവവും കാഴ്ചപ്പാടും മാറും. ആളുകളെക്കുറിച്ചും സാമ്പത്തിക സുരക്ഷിതത്വത്തെക്കുറിച്ചുമുള്ള ഭയം നമ്മെ വിട്ടകലും. നമ്മളെ അന്താളിപ്പിച്ചിരുന്ന സാഹചര്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഒരു ഉൾവിളി എന്ന പോലെ നാം അറിയുന്നു. ഞങ്ങൾക്ക് സ്വയം ചെയ്യാൻ കഴിയാതിരുന്ന കാര്യങ്ങൾ ദൈവം ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നു എന്ന് പെട്ടെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്നു. ഇതൊക്കെ അതിര് കടന്ന വാഗ്ദാനങ്ങളാണോ? അല്ലെന്നാണ് ഞങ്ങൾ കരുതുന്നത്. ഞങ്ങൾക്കിടയിൽ അവ സഫലമാകുന്നു, പലപ്പോഴും പെട്ടെന്ന്, ചിലപ്പോൾ സാവധാനം. നാം അതിനുവേണ്ടി ശ്രമിച്ചാൽ അവ എല്ലായ്പ്പോഴും സാധ്യമാകുന്നു. പ്രാർത്ഥന: ദൈവമേ, മാറ്റുവാൻ പറ്റാത്തവയെ സ്വീകരിക്കുവാനുള്ള പ്രശാന്ത മനസ്ഥിതിയും മാറ്റുവാൻ പറ്റുന്നവയെ മാറ്റുവാനുള്ള ധൈര്യവും ഇവയെ തമ്മിൽ വേർതിരിച്ചറിയാനുള്ള വിവേകവും ഞങ്ങൾക്ക് നൽകണമേ. Keep coming back. Thank you അച്യുതേട്ടാ, താങ്ക് യു അജിച്ചേട്ടാ, താങ്ക് യു രജിത് ഭായി, താങ്ക് യു അലൻ ചേട്ടായി, താങ്ക് യു ശിവചേട്ടാ, താങ്ക് യു. നാളെ കാണാം, എല്ലാവരോടും നാളെ കാണാം. ഗുഡ് നൈറ്റ്. ഓക്കെ. ശ്രീനു പോയോ? ഓക്കെ.